Okay. Hello, good evening. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3rd ഏപ്രിലെ ഈവനിങ് ഷിഫ്റ്റ് JEE മെയിൻസ് മാത്സ് ആദ്യം തുടങ്ങാം. ഒരു 5-8 ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് തുടങ്ങാം. കണ്ടോ, ഇന്റഗ്രൽ 0 to pi 8x by 4 cos square x plus sin square x. ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഈ ഒരു കൺസെപ്റ്റ്. അതായത് ഇന്റഗ്രൽ ഓഫ് dx by a square sin square theta sin square x plus b square cos square x. ഈ ഐഡിയ നിങ്ങൾ എങ്ങനെ ചെയ്യാം? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എങ്ങനെ ചെയ്യാം? ഇതെങ്ങനെ ചെയ്യാം? you divide numerator and denominator with cos square x and then put tan x equals t. അല്ലേ, അത് കേട്ടില്ലേ നിങ്ങൾ? ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ cos square x and then put tan x equals t. ഇതാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിലെ കൺസെപ്റ്റ്. പക്ഷെ ഇവിടെ ഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. അപ്പൊ എന്താ ചെയ്യാം? അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഐ ആയിട്ട് എടുത്തോല്ലോ. ഇനി ഇതിവിടെ കിങ്സ് റൂൾ ഉപയോഗിക്കാം. വാട്ട് ഇസ് ദ കിങ്സ് റൂൾ? ഇന്റഗ്രൽ ഓഫ് 0 to pi എക്സിന് പകരം പൈ മൈനസ് എക്സ് വെക്കാം. അറിയാലോ, ഇന്റഗ്രൽ 0 to a f of x dx equals ഇന്റഗ്രൽ 0 to a f of a minus x dx. ഈ പരിപാടി ഓർമ്മയുണ്ടോ നോക്കൂ. ഇന്റഗ്രൽ 0 to a f of x dx is equal to integral 0 to a f of a minus x dx. കിങ്സ് റൂളിന്റെ താഴെയുള്ള കിങ്സ് റൂൾ അറിയാലോ, a to b f of x dx a to b f of a plus b minus x dx. കിങ്സ് റൂളിനോ അല്ലെങ്കിൽ ഇതൊന്നോ എന്തായാലും ചോദ്യങ്ങൾ വരും കേട്ടോ. 0 to pi. അപ്പൊ എക്സിന് പകരം പൈ മൈനസ് എക്സ് വെക്കാം. അപ്പൊ 8 into പൈ മൈനസ് എക്സ് അല്ലേ, ഡിവൈഡഡ് ബൈ ഇവിടെ പൈ മൈനസ് എക്സ് വെച്ചാൽ മാറ്റണ്ടാവില്ല, സ്ക്വയർ അല്ലേ, കോസ് സ്ക്വയർ ഒന്നും മാറ്റണ്ടാവില്ല, സൈനും മാറ്റണ്ടാവില്ല. അപ്പൊ താഴെ അങ്ങനെ തന്നെ 4 cos square x by sin plus sin square x. ഇത് ആഡ് ചെയ്താൽ 8 മൈനസ് 8x വെട്ടിപ്പോകും അല്ലേ, ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പൊ 8x പ്ലസ് 8π മൈനസ് 8x വെട്ടിപ്പോകുമ്പം 8π ആവും. അപ്പം 2i വിൽ ബി, വാട്ട് ഇസ് 2i? 2i is equal to ഇന്റഗ്രൽ ഓഫ് 0 to pi 8π മാത്രം ഉണ്ടാവും അല്ലേ, 8π ഡിവൈഡഡ് ബൈ 4 cos square x plus sin square x dx. ഇത് വേണമെങ്കിൽ 8π നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം, 8π നമുക്ക് പുറത്തേക്ക് എടുക്കാം. 8π ഞാൻ ഇങ്ങോട്ട് എടുത്തു, ഇറ്റ് ഈസ് 1 by that. ഇനി ഈ 2 വേണമെങ്കിൽ വെട്ടാം, 4π ആയി. ഇനി നിങ്ങൾ ഈ പരിപാടി വെക്കാം, a square sin square x മുകളിലും താഴെയും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. then put tan x equals t. അപ്പോൾ എന്താവും? I is equal to 4π into എന്താ പറയുക, ഇന്റഗ്രൽ ഓഫ് 0 to pi മുകളിലും താഴെയും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് 1 by cos square x ആവും. അപ്പോൾ 6 square x ആയി. ഇവിടെ 4 cos square x by 4 ആവും, പ്ലസ് tan square x dx അല്ലേ. ഇത് വളരെ സിമ്പിൾ ആണ്. tan square x ആകുമ്പോൾ 0 to pi ആകുമ്പോൾ വേണമെങ്കിൽ ട്വൈസ് ഓഫ് ഒക്കെ എഴുതാം. ദിസ് ട്വൈസ് ഓഫ് 0 to pi by 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു I is equal to ട്വൈസ് ഓഫ് 4π into integral 0 to pi by 2 secant square x by 4 plus tan square x dx. ഇവിടെ ഏതാ നിങ്ങൾ പ്രോപ്പർട്ടി ഉപയോഗിച്ച? ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ച? ഇന്റഗ്രൽ ഓഫ് ഇത് പ്രോപ്പർട്ടി ഉപയോഗിച്ച ഇന്റഗ്രൽ 0 to a f of x dx is equal to integrals twice integral 0 to a by 2 f of x dx. If f of a minus x equals f of x, ഇത് 0 ആയിരിക്കും if f of a minus x equals minus f of x. ഇത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആയിട്ടാവും, മക്കളെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് 0 to pi by 2 ആക്കി. ഇനി നിങ്ങൾക്ക് tan
tan x ന് t കൊടുക്കാം. tan x ന് t കൊടുക്കാം. അപ്പോൾ tan x ന് t കൊടുത്താൽ secant square x dx. ഇതൊക്കെ ബോർഡ് സ്റ്റൈലാണ്, NCERT ആണ്. ഇനി tan x 0 ആകുമ്പം tan 0 ആവും, tan π/2 x π/2 ആകുമ്പോൾ tan ഇൻഫിനിറ്റി ആവും. അപ്പോൾ I is equal to എന്ത് വരും? 8 pi into integral of 0 to infinity. ഇത് 1/4 plus t square dt വരും അല്ലേ? secant square x dx dt ആവും. അപ്പോൾ ഇത് 8 pi into എന്താവും? ഇത് 1/a x square plus a square 1/a tan inverse x by a. എല്ലാവർക്കും അറിയാം 1/2 tan inverse t/2. അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് സിമ്പിൾ അല്ലേ മക്കളെ? 4 pi into tan infinity is pi/2, tan 0 is 0. അപ്പോൾ ആൻസർ is 2 pi square അല്ലേ? 2 pi square ആണ് ആൻസർ. ഓപ്ഷൻ 2 pi square ആണ് ആൻസർ. ദിസ് ഇസ് ആൻസർ 2 pi square. അപ്പോൾ ഇത് സിമ്പിൾ ചോദ്യമാണ്. ഇവിടെ കിങ്സ് റൂൾ ഉണ്ട്, ഇത് ഉപയോഗിക്കാണ്ട്, പിന്നെ ഇത് ഉപയോഗിക്കാണ്ട്, ഇന്റഗ്രൽ 0 to a f of x dx ഉപയോഗിക്കാണ്ട്. അപ്പം അത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇത് രാവിലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതേ ചോദ്യം തന്നെ, പക്ഷെ കണ്ടീഷൻ മാറ്റിയിട്ടുണ്ട് അല്ലേ? a equals -3, -2, -1, 0, 1, 2, 3. A relation R is defined under set is equal to കഴിഞ്ഞ ഇന്ന് രാവിലെ ചോദിച്ചത് x square is equal to y minus 4 എന്തോ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ കണ്ടീഷൻ എന്താ? y equals maximum of x, 1. maximum of x, 1 ആണ് കേട്ടോ. x, 1 അല്ലേ മാക്സിമം. y is equal to maximum of x, 1. അപ്പം ശരിക്കും എ ക്രോസ് എയിലെ റിലേഷൻ, എ ക്രോസ് എയിൽ എത്ര ആൾക്കാരുണ്ട്? 1, 2, 3, 3, 6, 7 ആൾക്കാർ, 7, 49 ആൾക്കാരുണ്ടാവും എ ക്രോസ് എയിൽ. അതിൽ നിന്ന് സബ്സ്റ്റിറ്റ് എടുക്കുകയാണ്. സോ ദാറ്റ് ദിസ് ഹാപ്പൻസ്. അപ്പോൾ എന്തൊക്കെയാണ് വരിക? വാട്ട് ഇസ് ആർ ആക്ച്വലി? ആർ നോക്കാം. ആർ ഇസ് എന്താ വരിക? വാട്ട് ഇസ് ആർ? ആറിൽ എത്ര ആൾക്കാരുണ്ടാവാം? നിങ്ങൾ ആലോചിച്ചാൽ മതി. എക്സ് വൈ ആയിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കേണ്ടത്. ഇതാണ് എക്സ്, എ പറയുന്ന സെറ്റ് ഇതാണ്. എന്താണ്? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട്. ഇത് എ തന്നെയാണ്. ഏത് എയിലേക്ക് തന്നെയാണ് റിലേഷൻ? ഇത് 0 ഉണ്ട്, 1, 2, 3, -1, -2, -3. എക്സിന് വൈ ആയിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ വൈ എക്സിൻ്റെയും 1ൻ്റെയും മാക്സിമം ആയിരിക്കണം. അപ്പോൾ 1ന് 1 ആയിട്ട് ബന്ധമുണ്ട് അല്ലേ? 1നും 1ഉം 3യും. എക്സിന് 3 ആയിട്ട് ബന്ധമുണ്ടോ? എക്സിന് 3 ആയിട്ട് 1, 3 നോക്കൂ. എക്സിന് y is equal to maximum of x, 1. അപ്പം x, 1. അപ്പം 1, 1. maximum of 1, 1. What is maximum of 1, 1? 1. അപ്പോൾ 1ന് 1 ആയിട്ട് ബന്ധമുണ്ട്. ഓക്കെ. ഇനി 1ന് 2 ആയിട്ട് ബന്ധമുണ്ടോ? 1ന് 2 ആയിട്ട് ബന്ധമുണ്ടോ? അപ്പോൾ 2 should be equal to maximum of 2. 2 is equal to maximum of x. y ആണല്ലോ 2. y is equal to 2. അപ്പോൾ 1ന് 2 ആയിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ 2 should be equal to maximum of 1, 2. ശരിയാണ് അല്ലേ? മാക്സിമം അല്ല 2, 1. maximum of 2, 1. അപ്പോൾ maximum 2, 1 is 2. അപ്പോൾ 1ന് 2 ആയിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ 2 എന്താവണം? maximum of 2, maximum of 1, 1 ആവണം അല്ലേ? ഓ ശരി. എക്സിന് ഇങ്ങനെയാവണം. സോറി. അപ്പം 2ന് 1 ആയിട്ട് ബന്ധമുണ്ടാവുമോ? 2ന് ഏത് മാക്സിമം ഓഫ് വാട്ട് ഈസ് മാക്സിമം ഓഫ് 2, 1? മാക്സിമം ഓഫ് 2, 1 is 2. അപ്പം 2ന് 2 ആയിട്ട് ബന്ധമുണ്ട് അല്ലേ? 2ന് 2 ആയിട്ട് ബന്ധമുണ്ട്. ഇനി മാക്സിമം ഓഫ് വാട്ട് ഈസ് 3, 1? 3 അല്ലേ? അപ്പോൾ 3ക്ക് 3 ആയിട്ട് ബന്ധമുണ്ട്. ശരിയാണ്, 3ക്ക് 3 ആയിട്ട് ബന്ധമുണ്ട്. റൈറ്റ്, 3ക്ക് 3 ആയിട്ട് ബന്ധമുണ്ട്. മാക്സിമം ഓഫ് 0ന് 0 ആയിട്ട് ബന്ധമുണ്ടോ? 0ന് 0 ഈക്വൽ ടു മാക്സിമം ഓഫ് 0, 1. ഇത് തെറ്റാണ്. ഇത് ഓക്കെയാണ്. 0 ഈക്വൽ ടു 0 മാക്സിമം ഓഫ് 0, 1 തെറ്റാണ്. അപ്പോൾ 0ന് 0 ആയിട്ട് ബന്ധമില്ല അല്ലേ? -1ന് അപ്പോൾ 6 ആദ്യം എഴുതാം. 6ൽ 1, 1 ഉണ്ടാവും. 2, 2 ഉണ്ടാവും. 3, 3 ഉണ്ടാവും. 1, 1, 2, 2, 3, 3 ഉണ്ടാവും. ശരിയാണ്. ഈ 0ന് 1 ആയിട്ട് ബന്ധം ഉണ്ടാവില്ല. ഇസ് ദാറ്റ് ക്ലിയർ?
ഇനി ഇപ്പോൾ 0 0 ആയിട്ട് ബന്ധമുണ്ടാവില്ല. 0-ന് -1 ആയിട്ട് ബന്ധമുണ്ടോ? 0-ന് -1 ആയിട്ട് 0-ന് -1 ആയിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ മാക്സിമം ഓഫ് 0 -1 മാക്സിമം 0 -1 0 ആണ്. 0-ന് 0 -1 കൊടുത്താൽ 0 ആണ്. അപ്പം 0-ന് 0 = മാക്സിമം 0,1. അപ്പം 0-ന് 0 ആയിട്ട് ബന്ധമുണ്ട്. 0-ന് 0 ആയിട്ട് ബന്ധമുണ്ട് അല്ലേ? അല്ല, 0 -1 കൊടുത്താൽ മാക്സിമം 0 അല്ലേ? അല്ല, അവിടെ 1 എടുക്കാൻ പാടില്ല. ഇവിടെ 1 നിർബന്ധമായിട്ട് വേണം അല്ലേ? 0-ന് 0 ആയിട്ട് ബന്ധമല്ലേ? ഓക്കെ, ഇവിടെ 1 നിർബന്ധമാണ്. ഇവിടെ 1 നിർബന്ധമാണ്. അപ്പം ഇവിടെ 1 നിർബന്ധമാണെങ്കിൽ ഉറപ്പാണ് ബാക്കി ഒരു ബന്ധം ഉണ്ടാവില്ല അല്ലേ? അപ്പം എന്തായാലും 1 will be equal to maximum of 0,1 അല്ലേ? അപ്പോൾ 0-ന് ഇത് ശരിയാണ്. 1 = 0,1 മാക്സിമം 0 1 1 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0-ന് 1 ആയിട്ട് ബന്ധമുണ്ട്. 0-ന് 1 ആയിട്ട് ബന്ധമുണ്ട്. 0-ന് 1 ആയിട്ട് ബന്ധമുണ്ട് അല്ലേ? 0 1 കൊടുത്താൽ ഇതാണ്. അതേപോലെ -1-ന് 1 ആയിട്ട് ബന്ധമുണ്ട് അല്ലേ? അതേപോലെ -2-ന് 1 ആയിട്ട് ബന്ധമുണ്ട്. റൈറ്റ്? അതുപോലെ -3-ക്ക് 1 ആയിട്ട് ബന്ധമുണ്ട്. -3-ക്ക് 1 ആയിട്ട് ബന്ധമുണ്ട്. റൈറ്റ്? അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് റിലേഷൻ. അപ്പോൾ അതിൻ്റെ ആ സെൻസ് കിട്ടിയാൽ മതി. ദാറ്റ്സ് ഇനഫ്. അപ്പോൾ റിലേഷനിൽ ആകെ ആറിൽ എത്ര ആൾക്കാരുണ്ട്? 7 ആൾക്കാരുണ്ട്. 6-ൽ 7 ആൾക്കാരുണ്ട്. എന്താ ചോദ്യം? നമ്പർ ഓഫ് എലിമെന്റ്സ് റിക്വയർഡ് ടു മേക്ക് ഇറ്റ് റിഫ്ലെക്സീവ് ഇസ് I. L ആണ് കേട്ടോ, അത് L. നമ്പർ ഓഫ് എലിമെന്റ്സ് റിക്വയർഡ് ടു മേക്ക് ഇറ്റ് സിമെട്രിക് ഇസ് M. നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ R ഇസ് N. അപ്പോൾ ഇതാണ് N. N = 7. ഓക്കെ, ഇനി സിമ്പിൾ ആണ്. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്ത് വേണം? ഫോർ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്ത് വേണം? 1 1 2 2 3 3 0 0 -1 -1 -2 -2 -3 -3 എല്ലാം ഉണ്ടാവണം. അപ്പോൾ 1 1 2 2 3 3 ഉണ്ടല്ലോ. അപ്പോൾ 0 0 1 1 അല്ല 0 0 -1 -1 -2 ഇത്രയും ആൾക്കാർ കൂടണം. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ 0 0 ആഡ് ചെയ്യണം, -1 -1 ആഡ് ചെയ്യണം. കാരണം 1 1 2 2 3 3 ഓൾറെഡി ഉണ്ടല്ലോ. -1 -1 ആഡ് ചെയ്യണം, പിന്നെ -2 -2 ആഡ് ചെയ്യണം, പിന്നെ -3 -3 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര ആൾക്കാർ വേണം? 4 ആൾക്കാർ അല്ലേ? 4 ആൾക്കാർ. അപ്പോൾ അതാണ് ദാറ്റ് ഷുഡ് ബി ദ നമ്പർ ഓഫ് എലിമെന്റ്സ് റിക്വയർഡ് ടു മേക്ക് ഇറ്റ് സിമെട്രിക്. റിക്വയർഡ് ടു ബി ആഡഡ് ആണ്. അപ്പോൾ 4 ആൾക്കാർ. സിമെട്രിക് ആവണമെങ്കിൽ അല്ല റിഫ്ലെക്സീവ് ആവണമെങ്കിൽ അതാണ് L. അപ്പോൾ L ഷുഡ് ബി 4. സിമെട്രിക് ആവണമെങ്കിൽ എന്താവണം? AB ഉണ്ടെങ്കിൽ BA ഉണ്ടാവണം. അപ്പോൾ ഇതാണ് റിലേഷൻ. അപ്പോൾ 1 1 2 2 3 3 സ്വതമേതയോ കുഴപ്പമില്ല, തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് തിരിച്ചിട്ടാൽ മതി കേട്ടോ. 0 1 ഉണ്ടെങ്കിൽ 1 0 ഉണ്ടാവണം. അപ്പം സിമെട്രിക് ആവണമെങ്കിൽ ഫോർ സിമെട്രിക് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്? ഫോർ സിമെട്രിക് വാട്ട് ഷുഡ് ബി ആഡഡ്? 0 1 ആഡ് ചെയ്യണം, അല്ല 1 0 ആഡ് ചെയ്യണം, പിന്നെ 1 -1 ആഡ് ചെയ്യണം, പിന്നെ 1 -2 ആഡ് ചെയ്യണം, പിന്നെ 1 -3 ആഡ് ചെയ്യണം അല്ലേ? അങ്ങനെ 4 ആൾക്കാർ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ആൾക്കാർ വേണം. അപ്പോൾ n = 4 അല്ല m = 4 അല്ലേ? അപ്പോൾ എല്ലാം കൂടി കൂട്ടുക. 4 4 8 7 എത്ര ആൻസർ? 15 അല്ലേ? L + m + n = 15. 15 is ആൻസർ. ഇത് രാവിലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം. ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ലേശം. അപ്പോൾ അതുകൊണ്ട് റിഫ്ലെക്സീവ് സിമെട്രിക് ആഡ് ചെയ്യാൻ ഇത് പണ്ടേ ഉള്ള ചോദ്യമാണ് കേട്ടോ. പക്ഷേ റിലേഷൻ മാറ്റിയിട്ടുണ്ട്. നമ്മൾ മാറ്റിയിട്ടുണ്ട്. 15 is ആൻസർ. ഓക്കെ, റൈറ്റ്. ഇനി എന്താ? ലെറ്റ് എ സർക്കിൾ C with radius R passes through 4 distinct points. ഒരു സർക്കിൾ ഡിറ്റർമിൻ ചെയ്യാൻ മിനിമം 3 പോയിന്റാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഒരു സർക്കിൾ 4 പോയിന്റ് കൂടി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർക്കിള് കോൺസൈക്ലിക് എന്ന് പറയാം. ആ പോയിന്റ്സ് കോൺസൈക്ലിക് എന്ന് പറയാം. അപ്പോൾ യു ഹാവ് എ സർക്കിൾ y ആക്സിസ് x ആക്സിസ് വരച്ചാൽ k is a point, 3k is a point അല്ലേ? 0 0. അപ്പം ഇത് ഏകദേശം എങ്ങനെ ഉണ്ടാവുക നോക്കാം നമുക്ക്. ഇതാണ് y ആക്സിസ്, ഇതാണ് x ആക്സിസ്. അപ്പം ഇത് 0 0 ആണ്. ദിസ് ഇസ് 0 0 2 3. ദിസ് ഇസ് 1 2.
1 2 3 അപ്പോൾ ഇതാണ് 2 2 3 എന്നുള്ള പോയിന്റ് ഇതാണ് 2 3 പിന്നെ -1 5 ദിസ് ഇസ് -1 5 5 പറഞ്ഞാൽ ഇവിടെ എവിടെയാണ് എന്തെങ്കിലും വൃത്തിയിൽ വരയ്ക്കൊന്നും വേണ്ട വൃത്തിയിൽ വരയ്ക്കാൻ നമുക്ക് സമയമില്ല അല്ലേ അപ്പോൾ ഇതാണ് സർക്കിൾ ട്രയാങ്കിൾ 0 0 ഇതാണ് ട്രയാങ്കിൾ അപ്പോൾ ദിസ് ഇസ് ദ ട്രയാങ്കിൾ അപ്പം ഈ ട്രയാങ്കിളിൽ ട്രയാങ്കിൾ കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ പോയിന്റ് -1 5 ആണ് അല്ലേ അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദിസ് ട്രയാങ്കിൾ ഇസ് വാട്ട് ഇസ് ദിസ് ലെങ്ത് 9 4 √13 അല്ലേ this is √13 what is this length is 25 plus 1 26 √26 what is this length 9 plus 4 again √30 oh ശരി അപ്പോൾ അത് പൈത്തഗോറസ് വർക്ക് ചെയ്യും ട്രയാങ്കിൾ ഇസ് റൈറ്റ് ആംഗിൾ അപ്പോൾ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും ഈ സർക്കിൾ ഡയമീറ്റർ ആയിരിക്കും യു ക്യാൻ ഹാവ് ദിസ് ആസ് എ ഡയമീറ്റർ ഇത് ഈ സർക്കിള് ഡയമീറ്റർ ഈ പോയിന്റ് ഇത് ഡയമീറ്റർ ഇത് റൈറ്റ് ആംഗിൾഡ് ആണ് ദിസ് ഇസ് റൈറ്റ് ആംഗിൾ അപ്പോൾ ദിസ് വിൽ ബി ദ ഡയമീറ്റർ അപ്പോൾ ഡയമീറ്റർ ആകുമ്പം എന്തായാലും ഇതിന്റെ പകുതിയായിരിക്കും റേഡിയസ് ചോദിച്ചത് എന്താ ഇതിൽ K3K എന്നുള്ള പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു K3K ഇസ് എ പോയിന്റ് അപ്പോൾ K പറയണം അല്ലേ യു മസ്റ്റ് നോ ദ വാല്യൂ ഓഫ് K ഓൾസോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം റേഡിയസ് കാണണം റേഡിയസ് എങ്ങനെ കാണാം ദിസ് ഇസ് എ പോയിന്റ് ഇതാണ് സെന്റർ വാട്ട് ഇസ് ദ സെന്റർ ഇതിന് മിഡ് പോയിന്റ് ആയിരിക്കില്ലേ അപ്പോൾ സെന്റർ വിൽ ബി വാട്ട് ഇസ് ദ സെന്റർ വേണോ സെന്റർ വേണമെങ്കിൽ സെന്റർ വേണമെന്നില്ല സെന്റർ കാണണമെന്നില്ല അതായത് റേഡിയസ് വാട്ട് ഇസ് ദ റേഡിയസ് ഇസ് നിങ്ങൾക്കറിയാലോ ഈ പൈത്തഗോറസ് തിയറം ആയതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും അതിന്റെ ഡയമീറ്റർ അപ്പോൾ അതിന്റെ പകുതി ആയിരിക്കും റേഡിയസ് അപ്പോൾ റേഡിയസ് വിൽ ബി √26/2 അപ്പോൾ റേഡിയസ് കിട്ടി r² will be 2r² will be 26 okay 2r² will be 26 അപ്പോൾ അത് കഴിഞ്ഞു ഇനി K കിട്ടിയ പണി കഴിഞ്ഞു ഹൗ ടു ഫൈൻഡ് എ വാല്യൂ K എങ്ങനെ കാണാം ഇത് ഡയമീറ്റർ അല്ലേ യു നോ ദി ഇക്വേഷൻ ടു സർക്കിൾ വിത്ത് എക്സ്ട്രീമിറ്റി ഓഫ് ഡയമീറ്റർ x1 y1 x2 y2 വാട്ട് ഇസ് equation to a circle with extremity of the diameter x1 y1 x2 y2 it is x minus x1 into x minus x2 plus y minus y1 into y minus അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റേഡിയസ് അറിയാലോ സെന്റർ അറിയാലോ equation to a circle ഉപയോഗിക്കാം x minus h the whole square plus y minus k the whole square equals r square ഉപയോഗിക്കാം പക്ഷെ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ x minus 0 it is x into x minus x2 that is x plus 1 plus y minus 0 y into y minus 5 is equal to 0 ഇതാണ് ഇക്വേഷൻ അപ്പോൾ ആ ഇക്വേഷൻ വൃത്തിയിൽ എഴുതിയാൽ x² plus y² plus x minus 5y is equal to 0 എന്ന് വരും അല്ലേ ശരിയല്ലേ നിങ്ങൾ കാണുന്നില്ലേ ഇത് -1 5ഉം 0 0 ഇത് പോയിന്റ് 0 0 ആണ് 0 0 ആണ് അപ്പോൾ x1 0 ആണ് y1ഉം 0 ആണ് ശരിയല്ലേ x plus 1 y into y minus 5 ശരിയാണ് ഇനി അതിൽ ആരുണ്ട് ഇതിലാണ് K3K is a point അപ്പോൾ K3K ഇതിൽ കൊടുക്കാൻ വേണ്ടി Kയുടെ വാല്യൂ കാണാം വാട്ട് ഇസ് ദ വാല്യൂ K² 3K കൊടുത്താൽ 9K² plus K minus 15K is equal to 0 അന്ന് Kയുടെ വാല്യൂ 0 കിട്ടും K not equal to 0 തന്നിട്ടുണ്ട് അപ്പോൾ you can cancel K throughout അപ്പോൾ you'll get 10K² simple question അല്ലേ minus 14K is equal to 0 വരും അപ്പോൾ K കളയാം that is 10K is equal to 14 or K equals 7/5 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ what is the answer 5K will be 7 അപ്പോൾ what is the answer 10K plus 2r² ആണ് ചോദിച്ചത് അല്ലേ അപ്പോൾ 10K will be 14 plus 2r² is 26 അപ്പോൾ 14ഉം 26ഉം കൂടി കൂട്ടിയാൽ 30 40 അല്ലേ അപ്പോൾ ആൻസർ ഇസ് 40 ഇതും അതെ സിമ്പിൾ ചോദ്യത്തിൽ പെടുന്നതാണെന്നാണ് ഞാൻ പറയാം വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഓൺലി തിങ് ഇസ് ദാറ്റ് യു മസ്റ്റ് നോ ആ ചിത്രം ഏകദേശം വരച്ചാൽ നമുക്ക് ആ സർക്കിൾ അങ്ങനെയാണ് ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ആയതുകൊണ്ടാണ് സിമ്പിൾ ആയത് അല്ലേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ആ ട്രയാങ്കിൾ റൈറ്റ് ആംഗിളിലായിരുന്നു കാരണം 13 √26 അപ്പോൾ √26ന്റെ പകുതിയാണ് റേഡിയസ് പിന്നെ ഇക്വേഷൻ ഈ ഓർബിറ്റ് ആണ് ഇക്വേഷൻ സർക്കിൾ വിത്ത് എക്സ്ട്രീമിറ്റി ഓഫ് ഡയമീറ്റർ x1 y1 x2 y2 അല്ലേ റൈറ്റ് ഇത് സാധാരണ എന്താ പറയുക x 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഇത് 1ലേക്ക് പോകും അപ്പോൾ 1 raised to infinity ഫോം ആണ് 1 raised to infinity ഫോം ആണെങ്കിൽ
നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം എന്നാണ് ഞാൻ പറയാം. എന്താണ്? എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ is equal to e power limit x tends to a f of x minus 1 g of x. G of x. If f of x tends to 1 and g of x tends to infinity as x tends to a. ഈ റിസൾട്ട് കയ്യിലുണ്ടാണ്. You must know this result. അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്യാം. This is going to 1, etc. So what is the answer? It is e power limit x tends to 0. f of x. ഇവിടെ f of x tan x by x ആണ്. അപ്പോൾ tan x by x minus 1. f of x minus 1 into g of x. g of x is 1 by x square. അത് ഇത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ this is equal to e raised to limit x tends to 0 tan x by x minus 1 ആണ്. അപ്പോൾ tan x minus x by x അല്ലേ? by x ആകുമ്പോൾ ഈ എക്സ് സ്ക്വയർ കൂടി കൂടിയാൽ എക്സ് ക്യൂബ് ആവും. അപ്പോൾ ഈ ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വാട്ട് ഇസ് ദ ലിമിറ്റ് ഓഫ് ദിസ്? ദിസ് ഇസ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 tan x minus x divided by x cube. ഇത് 0 by 0 ഫോം ആണ്. 0 by 0 ഫോം ആണ്. You can differentiate numerator and denominator. L'Hopital rule ഉപയോഗിക്കാം. LH rule ഉപയോഗിച്ചാൽ ലിമിറ്റ് x tends to 0 താഴെ 3x square secant square x minus 1. You know secant square x minus 1 is tan square x. So this is tan square x divided by 3x square. Limit x tends to 0. Okay, വേഗം ചെയ്യാൻ പറ്റുന്നതാണ്. tan x by x 1 ആണ്. Answer is 1 by 3 ആണ്. അപ്പോൾ അത് 1 by 3 ആണ്. അപ്പോൾ this is e raised to 1 by 3. അപ്പോൾ e raised to 1 by 3 ആണ്. എന്താ ഇങ്ങനെ e raised to 1 by p ആണ് p. ഇതാണ് p. അങ്ങനെയാണെങ്കിൽ 96 log p എന്താണെന്ന ചോദ്യം. അപ്പോൾ 96 log p is 96 ln e raised to 1 by 3. അല്ലേ? It is 96 into 1 by 3 log e. And log e is 1. But this 3 will go 32 into 1. The answer is 32. 32 is the answer. വളരെ സിമ്പിൾ ചോദ്യമാണ്. 1 raised to infinity form. 1 raised to infinity ഫോമിൽ ഈ റിസൾട്ട് ഓർത്താൽ മതി. f of x raised to g of x. Okay, right. ഇനി that's all. അപ്പോൾ അവിടെ കഴിഞ്ഞു 3, 4 അപ്പം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത സെഷൻ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് രഞ്ജി സാർ വരും കേട്ടോ. ഇപ്പോൾ വരും. പ്ലീസ് വെയിറ്റ്.
ഓക്കെ, മാത്സിൽ 1-2 ക്വസ്റ്റ്യൻസ് അവിടെ നോക്കാം. സീരീസിലെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ജനറൽ ടൈം എഴുതുന്നു, അതിനകത്തുനിന്ന് സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നു. എസ് എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു 1 + 4/1 ഫാക്ടോറിയൽ പ്ലസ് 9/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനെ സീരീസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സിഗ്മ r is equal to 1 to infinity. ന്യൂമറേറ്റർ r² കൊടുക്കുക, 1² 2² 3² ബൈ ഡിനോമിനേറ്റർ r-1 ഫാക്ടോറിയൽ എന്നും കൊടുക്കാം. ശരിയല്ലേ? ആറിന് 1 കൊടുക്കുമ്പോൾ 1/0 ഫാക്ടോറിയൽ, ആറിന് 2 കൊടുക്കുമ്പോൾ 2/1 ഫാക്ടോറിയൽ, ആറിന് 3 കൊടുക്കുമ്പോൾ 9/2 ഫാക്ടോറിയൽ എക്സെട്ര. ഇനി ന്യൂമറേറ്ററിൽ നിന്ന് നമ്മൾ 6 മാറ്റി കളയുന്നു. ന്യൂമറേറ്ററിൽ നിന്ന് 6 മാറ്റി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്തുന്നു. ന്യൂമറേറ്റർ ഒരു കോൺസ്റ്റൻറ്റ് മാത്രം വന്നു കഴിഞ്ഞാൽ E is equal to 1 + 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അങ്ങനെ പോകുന്ന ആ സീരീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടൈം നമ്മളങ്ങ് എടുത്താൽ r² ഫാക്ടോറിയലിനെ എന്ത് ചെയ്യാൻ പറ്റും? r² - 1 + 1. ഈ ഡിനോമിനേറ്റർ തന്നെ ന്യൂമറേറ്ററിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഡിനോമിനേറ്റർ തന്നെ ന്യൂമറേറ്ററിൽ കൊണ്ടുവരിക. r-1 ഫാക്ടോറിയൽ, ഈ r² - 1നെ r+1 ഇൻറ്റു r-1 ബൈ r-1 ഫാക്ടോറിയൽ പ്ലസ് 1/r-1 ഫാക്ടോറിയൽ എന്ന് കിട്ടി. r² - 1/r-1 ഫാക്ടോറിയൽ നിന്ന് 1/r-1 ഫാക്ടോറിയൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തു. r² - 1നെ r+1 ഇൻറ്റു r-1 എന്ന് മാറ്റി. ഇനി r-1 ഫാക്ടോറിയലിനെ നമുക്ക് r-1 ഇൻറ്റു r-2 ഫാക്ടോറിയൽ എന്ന് മാറ്റാം. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോവും. വിച്ച് ഇസ് ഈക്വൽ ടു r+1 ബൈ r-2 ഫാക്ടോറിയൽ പ്ലസ് 1/r-1 ഫാക്ടോറിയൽ എന്ന് കിട്ടും. സെക്കൻഡ് ടൈമിൽ കുഴപ്പമില്ല, ന്യൂമറേറ്ററിൽ നിന്ന് 6 പോയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ടൈമിലാണ് പ്രശ്നം. ഫസ്റ്റ് ടൈമിൽ നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാം. ഈ +1 എന്നുള്ളതിനെ, ഈ +1 എന്നുള്ള ടൈമിനെ നമുക്ക് -2 + 3 എന്നാക്കാം, അല്ലേ? -2 + 3, അപ്പോൾ +1 തന്നെ കിട്ടിക്കോളും r+1നെ. കാരണം താഴെ r-2 ഉള്ളതുകൊണ്ട് അത് തന്നെ ന്യൂമറേറ്ററിൽ കൊണ്ടുവരാനുള്ള ശ്രമം, അതാണ് ടെക്നിക്ക്. അപ്പോൾ r-2 ബൈ r-2 ഫാക്ടോറിയൽ പ്ലസ് 3/r-2 ഫാക്ടോറിയൽ പ്ലസ് 1/r-1 ഫാക്ടോറിയൽ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് എത്തി. വിച്ച് ഈസ് ഈക്വൽ ടു ഈ ആദ്യത്തെ ടൈം ഇതിന് r-2 ഇൻറ്റു r-3 ഫാക്ടോറിയൽ എഴുതും. അപ്പോൾ സിഗ്മ r 1/r-3 ഫാക്ടോറിയൽ വരും. പ്ലസ് സിഗ്മ 3 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സിഗ്മ 1/r-2 ഫാക്ടോറിയൽ വരും. പ്ലസ് സിഗ്മ 1/r-1 ഫാക്ടോറിയലും വരും. പിന്നെ നമുക്കറിയാം ഫാക്ടോറിയൽ നെഗറ്റീവ് നമ്പറിന് ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ സിഗ്മ r = 3 to ഇൻഫിനിറ്റി, ഇതാണെങ്കിൽ സിഗ്മ r = 2 to ഇൻഫിനിറ്റി, ഇത് സിഗ്മ r = 1 to ഇൻഫിനിറ്റി. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഇതപ്പോൾ എന്ത് കിട്ടും? 1+ ആ സീരീസ് പോലെ വരും. 1 + 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ ഇതിന് പകരം e കൊടുത്തു. പ്ലസ് ഇതോ 3 ഇൻറ്റു 1/1 പ്ലസ് 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ അങ്ങനെ പോകും. 3e കൊടുത്തു. ഈ ടൈമോ 1 + 1/1 ഫാക്ടോറിയൽ അങ്ങനെ പോകും. e കിട്ടും. സോ e + 3e + e ആൻസർ 5e എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ചിലപ്പോൾ, പക്ഷെ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്ക് ഇത് തന്നെയാണ്. ന്യൂമറേറ്ററിൽ നിന്ന് നമ്മൾ 6 മാറ്റുന്നു.
അപ്പോൾ നമ്മൾ പഠിച്ച സീരീസിൻ്റെ ഫോമിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ഇയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ക്ലിയർ ആണ് ലീനിയർ ആണെന്നുള്ള കാര്യം. നോക്കൂ, നമുക്ക് ഈ ഫംഗ്ഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഫംഗ്ഷൻ വരുന്നത് dy/dx പ്ലസ് 3y ഔട്ട്സൈഡ് എടുക്കാം. 3y ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നിന്ന് 3y ഔട്ട്സൈഡ് എടുത്താൽ 1 + tan square x എന്ന് കിട്ടും. 1 + tan square x, sec square x minus tan square x 1 + tan square x എന്ന് പറഞ്ഞാൽ sec square x വരും. sec square x എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e raised to integral 3 sec square x dx എന്ന് വരും, which is equal to e raised to 3 tan x എന്ന് കിട്ടും. ഓക്കെ, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 3 ഔട്ട്സൈഡ് sec സ്ക്വയറിൻ്റെ tan x കിട്ടും. സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു q എന്ന് പറയുന്നത് sec സ്ക്വയർ എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ്. ഇൻ്റഗ്രേഷൻ വളരെ എളുപ്പമാണ്. ടാൻ എക്സിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ e raised to 3t dt എന്ന് വരും. അപ്പോൾ e raised to 3tയുടെ ഇൻ്റഗ്രൽ e raised to 3t/3 വരും. അപ്പോൾ e raised to 3 tan x /3 പ്ലസ് c എന്ന് കിട്ടും. സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടില്ല. t ഈക്വൽ ടു tan x എന്ന് കൊടുത്താൽ tan xൻ്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ എക്സ് ഡി എക്സ് വരും. അപ്പോൾ e raised to 3tയുടെ ഇൻ്റഗ്രൽ e raised to 3t /3 എന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ e raised to 3 tan x കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y is equal to 1/3 പ്ലസ് c ഇൻറ്റു e raised to -3 tan x എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കിതിനകത്ത് നിന്ന് തന്നെ സിയുടെ വാല്യൂ കണ്ടേക്കാം. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എക്സിന് 0 കൊടുത്താൽ വൈക്ക് e³ /3 + 1 എന്ന് കിട്ടും. എക്സിന് 0 കൊടുത്തു. എക്സിന് 0 കൊടുത്താൽ e raised to 0 1 കിട്ടും. അപ്പോൾ വൈക്ക് കിട്ടുന്ന വാല്യൂ, എക്സിന് 0 കൊടുത്താൽ വൈക്ക് കിട്ടുന്ന വാല്യൂ e raised to 3/3 + 1 എന്നാണ്. സീക്വൽ ടു എക്സിന് ഇവിടെ 0 കൊടുക്കുന്നു. അപ്പോൾ 0 അല്ലല്ലോ, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ e raised to 0 അല്ലേ. e raised to 0 1 കിട്ടും. 1/3 പ്ലസ് c എന്ന് വരും. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ 1 - 1/3 എന്ന് പറഞ്ഞാൽ 2/3. അപ്പോൾ e raised to 3 + 2/3 ആണ് ആരുടെ വാല്യൂ? സിയുടെ വാല്യൂ അല്ലേ. ഇതാണ് സി കിട്ടുക. അപ്പോൾ നമ്മുടെ ഫങ്ഷൻ വരുന്നത് e raised to y ഇൻറ്റു e raised to 3 tan x ഈക്വൽ ടു y ഇൻറ്റു e raised to 3 tan x ഈക്വൽ ടു y ഇൻറ്റു e raised to 3 tan x is equal to e raised to 3 tan x /3 പ്ലസ് e raised to 3 + 2/3. ശരിയല്ലേ? 1 - 1/3 കറക്റ്റ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f(π/4). എക്സിന് π/4 കൊടുത്താൽ എന്ത് സംഭവിക്കും? എക്സിന് π/4 കൊടുത്താൽ y ഇൻറ്റു e raised to tan π/4 1 കിട്ടും. e raised to 3 ഈക്വൽ ടു ഇവിടെ ആയാലും e raised to 3 പ്ലസ് e raised to 3 + 2/3 എന്ന് വരും. ഓക്കെ, /3 എന്ന് വരും. അപ്പോൾ ഒരു ശരിയല്ലേ? e raised to tan x, tan xന് π/4 കൊടുത്താൽ e raised to 3 വരും. ഇവിടെയും e raised to 3 വരും. e raised to 3 കംപ്ലീറ്റ് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ e raised to 3 + 1/3 എന്ന് വരും. വേണമെങ്കിൽ ഇതുകൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y is equal to 2 e raised to 3 + 1/3 e raised to 3 എന്ന് വരും.
ഓക്കെ, വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ എന്താണെന്ന് നോക്കി ആ രീതി ചെയ്യുക. തെറ്റിയിട്ടില്ലല്ലോ. ലീനിയറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നു. y ഇൻറ്റു ഇ റേസ് ടു 3 tan x ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 3 tan x ബൈ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഇത് വീണ്ടും ബൈനോമിയലുമായിട്ടുള്ള ട്രൈനോമിയലാണ് വരുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ലാസ്റ്റ് ഒരു ടൈം കൂടെ ഉണ്ട് കേട്ടോ, a2x² പ്ലസ് ലാസ്റ്റ് ടൈം നമുക്ക് a20 x റേസ് ടു 20 എന്ന് കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a1 പ്ലസ് a3 പ്ലസ് a5 a19 ഓഡ് നമ്പർ ഓഫ് ടൈമാണ്, ഓഡ് പൊസിഷനിൽ വരുന്ന ടൈമുകൾ a1 a3 a5ൻ്റെ സമ്മാണ് ആവശ്യം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഈ സീരീസിൽ എക്സിന് 1 കൊടുക്കും. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സിന് 1 എന്ന് കൊടുത്താൽ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കിട്ടുന്നത് 3 റൈസ് ടു 10 ഈക്വൽ ടു 1 പ്ലസ് a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര അപ് ടു a20 എന്ന് കിട്ടും. എക്സിന് 1 എന്ന് കൊടുത്താൽ അതുപോലെ തന്നെ നമ്മൾ എക്സിന് എന്ത് കൊടുക്കും, എക്സിന് -1 കൊടുക്കും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എക്സിന് -1 കൊടുത്താൽ 1 കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ 1 റൈസ് ടു 10 1 കിട്ടും. ഇതെന്ത് കിട്ടും, 1 മൈനസ് a1 പ്ലസ് a2 മൈനസ് a3 എക്സെട്ര a20 എന്ന് കിട്ടും. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യും. നമുക്ക് കിട്ടേണ്ട ടൈം a1 a3 a5 ആണ്. അതുകൊണ്ട് ഇത് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 റൈസ് ടു 10 -1 ഇസ് ഈക്വൽ ടു 1 - 1 ക്യാൻസലായി പോകുന്നു, 2a1 a2 ക്യാൻസലായി പോകുന്നു, 2a3 അപ് ടു 2a19 വരെ വരും. a20 ക്യാൻസലായി പോകും. 2 ഔട്ട്സൈഡ് എടുത്താൽ 3 റൈസ് ടു 10 -1 by 2 is equal to a1 plus a3 plus up to a19 എന്ന് വരെ കിട്ടും. ഓക്കെ, ഇതാണ് a1 പ്ലസ് a3 പ്ലസ് എക്സെട്ര a19ൻ്റെ ആൻസർ 3 റൈസ് ടു 10 -1 by 2 എന്ന് കിട്ടും. ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ നമ്മൾ നേരിടുന്നത് ഈ 11a2 കൂടെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. 11a2 കണ്ടുപിടിക്കണമെങ്കിൽ ഒരു മാർഗം നമ്മളിത് ഡിഫറൻസിയേഷൻ നടത്തുക എന്നുള്ളതാണ്. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒന്ന് ഡിഫറൻസിയേഷൻ നടത്തുക. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഫസ്റ്റ് ഡിഫറൻസിയേഷനിൽ a1 വരും, അടുത്ത ഡിഫറൻസിയേഷൻ 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തേണ്ടി വരും. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് 10 ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 9 ഇൻറ്റു എക്സ് പ്ലസ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിൻ്റെ ഡിഫറൻസിയേഷൻ 1 പ്ലസ് 2x എന്ന് വരും. സീക്വൽ ടു റൈറ്റ് സൈഡ് വരിക a1 പ്ലസ് 2a2 എക്സ് സ്ക്വയർ ഇല്ല, എക്സേ ഉള്ളൂ, പ്ലസ് 3a3 എക്സ് സ്ക്വയർ അപ് ടു അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് ഒന്നുകൂടെ ഡിഫറൻസിയേഷൻ നടത്താം. എഗെയിൻ ഡിഫറൻഷിയേറ്റ്. ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ നടത്തിയാൽ 10 ഇൻറ്റു ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 9 ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 8 ഇൻറ്റു 1 പ്ലസ് 2x. ദിസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് പ്ലസ് 10 വേണമെങ്കിൽ കോമൺ ആയിട്ട് കിടന്നോട്ടെ. 9 ഇൻറ്റു ദിസ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ് പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 9 ഇൻറ്റു 2. ശരിയല്ലേ? ദിസ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദിസ് എഴുതിയപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 8 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിൻ്റെ ഡിഫറൻസിയേഷൻ വരും. അപ്പോൾ 1 പ്ലസ് 2x ഒരു പ്രാവശ്യം ഇവിടെ വരും, അപ്പോൾ ഹോൾ സ്ക്വയർ വരും. ഇവിടെ ഓൾറെഡി ഒരു 1 പ്ലസ് 2x ഉണ്ട്. ഇതിനകത്ത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 1 പ്ലസ് 2x ഇവിടെ വരും, ദ ഹോൾ സ്ക്വയർ വരും. പിന്നെ ദിസ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ദിസ് റൈറ്റ് സൈഡ് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ 2a2 പ്ലസ് 6a3 എക്സ് പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ ഇനി നമുക്ക് എക്സിന് 0 എന്ന് കൊടുത്താൽ മതി. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0.
എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ റൈറ്റ് സൈഡിൽ എല്ലാ ടേമുകളും A3 മുതലുള്ള എല്ലാ ടേമുകളും 0 ആയി പോകും. അപ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് 2A2 കിട്ടും. ലെഫ്റ്റ് സൈഡ് ആൻസർ കിട്ടും. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 10 ഇൻറ്റു 9 ഇൻറ്റു 1 വരും. പിന്നെ ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 9 ഇൻറ്റു 1 9 കിട്ടും അല്ലേ. 9 ഇൻറ്റു 1 എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 9 ഇൻറ്റു 1 9 കിട്ടും. പ്ലസ് ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 2 വരും. ഓക്കെ, അപ്പോൾ 9 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 11. 10 ഇൻറ്റു 11 സീക്വൽ ടു 2A2 വരും. സോ 55 സീക്വൽ ടു A2 എന്ന് കിട്ടും. അപ്പോൾ A2വിൻ്റെ വാല്യൂ 55 കിട്ടും. അപ്പോൾ A2വിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി, ഇതിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. ഇനി അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഈ വാല്യൂ എടുത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. 3⁻10 മൈനസ് 1/2 മൈനസ് 11 ഇൻറ്റു 55 സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു. കരുണ ചെയ്തരാം. അഞ്ചാറ് പിന്നെ നിർത്താലോ. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യലോ. ഡൊമെയിൻ സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽസ് ദിസ്. ഇവിടെ കണ്ടോ ലോഗിന്റെ ബേസ് 7 ആണ്, ഇവിടെ ലോഗിന്റെ ബേസ് 4 ആണ്. എന്താ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ? ഡൊമെയിൻ ഇസ് ദോസ് വാല്യൂസ് ഓഫ് എക്സ് വോയിസ് ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് അല്ലേ. അപ്പം എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആവണം. എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നോക്കിയാൽ മതി അല്ലേ. അപ്പം ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ ഇത് പോസിറ്റീവ് ആവണം അല്ലേ. 1 മൈനസ് ലോഗ് to the base 4 x square minus 9x plus 18 എന്താവണം? പോസിറ്റീവ് ആവണം. ആൻഡ് ഈ ലോഗും ഡിഫൈൻഡ് ആവണം. ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്ത് വേണം? എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 18 ബിഗർ ദാൻ 0 ആവണം. രണ്ട് വർക്കാണ്. ആൻഡ് പറയുമ്പോൾ എന്താ? ഇത് വരുന്ന എക്സിന്റെ ഇന്റർവെലും ഇത് വരുന്ന എക്സിന്റെ ഇന്റർവെലും കൂടി ആൻഡ് അപ്പം ഇന്റർസെക്ട് ചെയ്യണം അല്ലേ. റൈറ്റ്. ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ എടുക്കണം, ആൻഡ് പറയുമ്പോൾ ഇന്റർസെക്ഷൻ എടുക്കണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ മക്കളെ? 18 6 3 അല്ലേ. അപ്പോൾ x മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 6 ബിഗർ ദാൻ 0. അപ്പോൾ എന്തായാലും 3ൻ്റെയും 6ൻ്റെയും പുറത്ത് കിടക്കണം. അപ്പോൾ ഇത് 3 ഇത് 6, 3ൻ്റെയും 6ൻ്റെയും പുറത്ത് കിടക്കും. ഇങ്ങനെയാണ്. 3 ഓപ്പൺ ആണ്, 6 ഓപ്പൺ ആണ്. ഓക്കെ, അവിടെ വെച്ചു. ഇനി ഇങ്ങോട്ടേക്ക് വരാം. ഇത് പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് പറഞ്ഞാൽ ഇത് അങ്ങോട്ട് എടുത്താൽ 1 ഷുഡ് ബി ബിഗർ ദാൻ ലോഗ് ടു ദ ബേസ് 4 എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 18. ഈ ലോഗ് ടു ദ ബേസ് 4 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ലോഗ് 4 ടു ദ ബേസ് 4 എന്ന് എഴുതാം, 1ന്. അപ്പോൾ ബേസ് 1നേക്കാൾ കൂടുതലാണെങ്കിൽ ഇനീക്വാളിറ്റി പ്രിസർവ്ഡ് ആവും. അങ്ങനെ ഐഡിയ ഉണ്ട്, ഇനീക്വാളിറ്റി പ്രിസർവ്ഡ് ആവും. അപ്പോൾ ഇനീക്വാളിറ്റി പ്രിസർവ്ഡ് ആകുമ്പം 4 ഈസ് ബിഗർ ദാൻ എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 18 ഓർ 0 ഈസ് ബിഗർ ദാൻ എക്സ് സ്ക്വയർ മൈനസ് 9x
plus 14 plus 14 വരും അല്ലേ? ഓക്കെ, 7 രണ്ടും അപ്പോൾ അത് തിരിച്ചു വരും. ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 14 ഈസ് ലെസ് ദാൻ 0. അപ്പോൾ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. 7 2 is 14, 7 plus 2 9. അപ്പോൾ ഇറ്റ് ഈസ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 7 ഈസ് ലെസ് ദാൻ 0. എന്ന് വെച്ചാൽ എക്സ് അവിടെ കിടക്കണം, 2ൻ്റെയും 7ൻ്റെയും ഇടയിൽ കിടക്കണം. അപ്പോൾ ഇത് രണ്ടും നടക്കണമെങ്കിൽ ഇവിടെയാണ് 2 ഉണ്ടാവുക, ഇവിടെയാണ് 2 ഉണ്ടാവുക, 7 ഇവിടെ ഉണ്ടാവും. അപ്പോൾ 2ൻ്റെയും 7ൻ്റെയും ഇടയിൽ. അപ്പോൾ ആക്ച്വൽ ആയിട്ടുള്ള സ്ഥലം എവിടെ ഉണ്ടാവുക? അതാ ഇവിടെ കിടക്കാം, അല്ലെങ്കിൽ ഇവിടെ കിടക്കാം. അപ്പോൾ ഇൻ്റർവെൽ വിൽ ബി 2 3 അല്ലേ? 2 3 ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ അല്ലേ വരിക? 2 3 യൂണിയൻ 6 7. അതാണ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. ഇതാണ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. സിമ്പിളാണ് അല്ലേ? ഗാമ ഡെൽറ്റ. വാട്ട് ഈസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഡെൽറ്റ? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ ഈസ് 2 പ്ലസ് 3 പ്ലസ് 6 പ്ലസ് 7. 3ഉം 2ഉം 5, 5ഉം 13ഉം 18 അല്ലേ? 18 is answer. അല്ലേ? റെഡി അല്ലേ? ഓക്കെ. എന്താ ഒന്നും മിണ്ടാത്തത്? 6 3 9, 9ഉം 2ഉം 11ഉം 7ഉം 18. ശരി. അടുത്തത് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. നമുക്ക് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആക്ച്വലി സിലബസിൽ ഇല്ലാത്തതാണ്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അവിടെ പഠിക്കണേ. ഇന്ന് രാവിലെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രിഗണോമെട്രിക് ഇക്വേഷൻസ്. പക്ഷേ ട്രിഗണോമെട്രിക് ഇക്വേഷൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ചോദിച്ച ടാൻ എക്സിലെ ഗ്രാഫ് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഗ്രാഫ് വെച്ചിട്ട് ചെയ്യാനാണ്. പക്ഷേ ഇത് അതല്ല, ഇതും ഗ്രാഫ് വെച്ചിട്ട് ചെയ്യാൻ തന്നെയാണ് തോന്നുന്നു കേട്ടോ. അതെ. അതായത് ട്രിഗണോമെട്രിക് ഇക്വേഷൻസിൻ്റെ ഫോർമുല ചോദിക്കില്ല, അത് നിങ്ങൾക്ക് സിലബസിൽ ഇല്ലാത്ത. സൈൻ തീറ്റ ഈക്വൽ സൈൻ ആൽഫ തീറ്റ ഈക്വൽ സൈൻ പൈ പ്ലസ് -1 ആൽഫ അങ്ങനെ ഉണ്ടല്ലോ, അത് സിലബസിലെത്താം. പക്ഷേ ആ ഗ്രാഫ് വെച്ചിട്ട് ഇപ്പോൾ സൈൻ എക്സ് ഈക്വൽസ് 1/2 0 ന് 2 പോയിൻ്റ് ഇടയിൽ ഗ്രാഫ് വെച്ചിട്ട് എത്ര സ്ഥലത്ത് ക്രോസ് ചെയ്യുന്നത് നോക്കാം. ആ ഐഡിയ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് തോന്നുന്നു. നോക്കാം. -2 5π/2 ഇടയിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് വൃത്തിയിലാക്കാം. ഇറ്റ് ഇസ് 4 - √3 sin x -2 √3 into cos square x ന് 1 - sin square x is equal to -4/1 plus √3. 1 plus √3. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? ഇറ്റ് ഈസ് 4 - √3 sin x. 4 - √3 sin x -2 √3 plus 2 √3 sin x sin square x is equal to -4/1 plus √3 അല്ലേ? അപ്പോൾ ക്വാഡ്രാറ്റിക് ഇൻ സൈൻ സ്ക്വയർ എക്സ് ആക്കാം, ക്വാഡ്രാറ്റിക് ഇൻ സൈൻ എക്സ് ആക്കാം. അപ്പോൾ 2 √3 sin square x റെഡിയല്ലേ? 2 √3 sin square x minus plus 4 - √3 sin x ഇതൊന്ന് വൃത്തിയിലായിക്കോളും. അപ്പോൾ -2 √3 plus 4/1 plus √3. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പം -2 √3 -6 plus 4 divided by 1 plus √3. -2 √3 -2 divided by 1 plus ഇത് വൃത്തിയിൽ കിട്ടുമല്ലോ. അപ്പോൾ -2 എന്ന് വരും അല്ലേ? ഓക്കെ. അപ്പോൾ ദിസ് ഇസ് -2 equal to 0. ഓക്കെ. അതായത് -2 √3 plus 4 √3 സിംപ്ലിഫൈ ചെയ്താൽ -2 വരും. ഓക്കെ. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇൻ സൈൻ എക്സ് ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സൈൻ എക്സ്? അപ്പോൾ സൈൻ എക്സ് ഈക്വൽസ് -b plus or minus root of b square minus 4ac. b square is 4 - √3 square minus 4 into 2 into 2 √3 divided by 2a 4 √3. It is -4 plus √3. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? 4 is 16. 16 minus 8 √3 plus 3 plus 4 2 is 8 2 16 √3
It is 19 minus a minus b whole square plus minus 4 root 3. Oh, 4 root 3. 4ab ആണ്. ഓക്കെ ഓക്കെ, ഇത് തെറ്റിപ്പോയി. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് a minus b whole square plus 4ab ആണ് അല്ലേ, പ്ലസ് 4ab ആണ് അല്ലേ. അപ്പോൾ a minus b whole square plus 4ab എന്താ, a plus b whole square. a plus b whole square റൂട്ട് എന്താ, പ്ലസ് ഓർ മൈനസ് 4 plus root 3 ഡിവൈഡഡ് ബൈ 4 root 3. അപ്പോൾ റൂട്ട് 3 അപ്പോൾ പ്ലസ് ചെയ്യുമ്പം എന്താ വരിക, പ്ലസ് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ടാവും. പ്ലസ് ചെയ്യുമ്പം -4 പ്ലസ് റൂട്ട് 3 പ്ലസ് 4 പ്ലസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 4 root 3 ഒരു കഥ. പിന്നെ -4 പ്ലസ് റൂട്ട് 3 -4 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 4 root 3. അപ്പോൾ ഇവിടെ വെട്ടിപ്പോയാൽ യു ഗെറ്റ് -2 ബൈ റൂട്ട് 3. ഇവിടെ വെട്ടിപ്പോയാൽ 4 വെട്ടിപ്പോവും, റൂട്ട് 3 വെട്ടിപ്പോയാൽ റൂട്ട് 3 1/4 വരും അല്ലേ, 1/4 വരും. 2a 1/4 root 3 വരും. -4 root 3 4 പ്ലസ് റൂട്ട് 3 പ്ലസ് 4 മൈനസ് റൂട്ട് 3. അപ്പോൾ 4 വെട്ടിപ്പോവും. അപ്പോൾ 2 root 3 അത് ശരിയാണ് 1/2 വരും. അപ്പോൾ 1/2 -2 ഈ -2 root 3 എടുക്കാൻ പാടില്ല, കാരണം എന്താ, അത് 1 കൂടുതലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സൈൻ തിറ്റ ഈക്വൽസ് 1/2, സൈൻ എക്സ് ഈക്വൽസ് 1/2, അത്രയേ ഉള്ളൂ. സൈൻ എക്സ് ഈക്വൽസ് 1/2. അടിപൊളിയാണ് കേട്ടോ. സൈൻ എക്സ് ഈക്വൽസ് 1/2 ആണെങ്കിൽ -2π അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതാ മതി, -2π. അപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. -2π to 5π/2. അപ്പോൾ സൈൻ എക്സ് ഇത് 2π, 5π/2 ആകുമ്പോൾ ഇത് π, 2π, 2π½ ഇതുവരെ ഉണ്ടാവുള്ളൂ. ഇതാണ് 5π/2 അല്ലേ. പിന്നെ -2π, ദിസ് ഇസ് -π -2π. ഇനി എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങളൊരു വര വരയ്ക്കാം. യു ജസ്റ്റ് ഡ്രോ എ ലൈൻ. സൈൻ എക്സ് ഈക്വൽസ് 1/2 ഇങ്ങനൊരു വര വരയ്ക്കാം. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുന്ന സ്ഥലമൊക്കെ റൂട്ട്സ് ആണ്. അപ്പോൾ എത്രയുണ്ടാവും, ഒരു റൂട്ട് 1 2 3 4. ആൻസർ ഇസ് 5 റൂട്ട്സ്. അതുകൊണ്ടാണ് ഈ ചോദ്യം അങ്ങനെ ചോദിക്കുന്നു പറയുന്നത് കേട്ടോ, ഗ്രാഫ് വരച്ചിട്ട്. രാവിലെ അതെ അങ്ങനെ ചോദിച്ചു ഏകദേശം, ടാൻ എക്സും പോളിനോമിയൽ ഫംഗ്ഷൻ. പക്ഷേ ഇതല്ല, സൈൻ എക്സ് ഈക്വൽസ് 1/2, പിന്നെ ആ ഇൻ്റർവെല്ലിൽ എത്ര സ്ഥലത്ത് ക്രോസ് ചെയ്യുന്നു നോക്കിയാൽ മതി. അപ്പോൾ 5 സ്ഥലത്ത് ക്രോസ് ചെയ്യും. ഫോർ 5 സൊല്യൂഷൻസ്. 5 സൊല്യൂഷൻസ്. നല്ല ചോദ്യം അത്. അടുത്ത ചോദ്യം, A Z1 B Z2 C Z3 are the vertices of an equilateral triangle. Z0 is the centroid of the triangle ABC and mode Z1 minus Z2 is 1. Then the value of this. ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. യു ജസ്റ്റ് ഡ്രോ എ ട്രയാങ്കിൾ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇത് Z1 ആണ്, ഇത് Z2 ആണ്, ഇത് Z3 ആണ്. Z1 Z2 Z3 are the vertices of an equilateral triangle. And mode Z1 minus Z2 is 1. അപ്പോൾ ഇത് 1 ആണ്, ഇതും 1 ആണ്, ഇതും 1 ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. പിന്നെന്താ പറഞ്ഞ, ദിസ് ഇസ് A Z1, this is B Z2 and this is C Z3. And the length, centroid is the, അപ്പോൾ സെൻട്രോയിഡ് എന്താ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ സെൻട്രോയിഡും ഓർത്തോ സെൻറ്ററും സെക്കം സെൻറ്ററും എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ എല്ലാം സെയിം ആണെങ്കിൽ ഇതായിരിക്കും, ഇത് ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് Z0 ഉണ്ടാവുക. അപ്പം Z1 മൈനസ് Z0, അപ്പം Z1 മൈനസ് Z0ഉം Z2 മൈനസ് Z0ഉം Z3 മൈനസ് Z0. വാട്ട് യു മീൻ ബൈ Z1 മൈനസ് Z0? ഡിസ്റ്റൻസ് ഫ്രം Z to Z0. ഇത് ഡിസ്റ്റൻസ് ഫ്രം Z2 to Z0, Z3 Z0. ഇത് മൂന്നും സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, സിഗ്മ ഓഫ് I going from 1 to 3 modulus Z1 minus Z0 square is equal to 3 times modulus Z1 minus Z0 square മതി. രണ്ടും എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ദൂരം കിട്ടിയാൽ മതി. അപ്പോൾ ഒരു ദൂരം കിട്ടാൻ എന്താ വഴി, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എ ആണ് സൈഡ് എങ്കിൽ, നിങ്ങൾ ഇതിന് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിലെ സൈഡ് എ ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും, A into √3/2 ആണ്. ഇത് സൈൻ തീറ്റ കോസ് തീറ്റ വെച്ചിട്ടൊക്കെ ചെയ്യാം. ഈ ആംഗിൾ 60 ആയിരിക്കും, 30 ആയിരിക്കും. അപ്പോൾ ഇത് അഡ്ജസൻറ്റ് സൈഡ് ആണ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, അതൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ
ഇങ്ങനെ ആലോചിച്ചാൽ മതി. സൈഡ് എ ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എ ഇൻറ്റു √3/2 ആയിരിക്കും. അതിൻ്റെ 2/3 ആയിരിക്കും ഈ ലെങ്ത്. അതിൻ്റെ 2/3 ആയിരിക്കും ഈ ലെങ്ത്. ഈ ലെങ്ത് 2/3. അപ്പോൾ ദിസ് ഗ്രീൻ ലെങ്ത് വിൽ ബി 2/3. സെൻട്രോയിഡിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ദൂരം 2/3 ആയിരിക്കും. ഈ ദൂരം, ആ താഴത്തെ ദൂരം 1/3 ആയിരിക്കും, മറ്റേ 2/3 ആയിരിക്കും. അങ്ങനെ എന്താ, സെൻട്രോയിഡ് ഡിവൈഡ്സ് ദ മീഡിയൻ ഇന്റേർണലി ഇൻ ദ റേഷ്യോ 1:2. അപ്പോൾ 2/3 ഓഫ് എ ഇൻറ്റു √3/2 ആയിരിക്കും ഈ ദൂരം. ഈ ദൂരം, ഈ ദൂരം. അപ്പോൾ ആക്ച്വലി ദിസ് ലെങ്ത് എന്തായിരിക്കും? ദിസ് വിൽ ബി 3 ടൈംസ് എന്തായിരിക്കും? 2/3 ഓഫ് എ 1 തന്നെയാണ്. എ ഈസ് 1, √3/2 സ്ക്വയർ. ഇതാണ് ആൻസർ. എത്ര വരിക? 3 × 4/9 × 3 ഡിവൈഡഡ് ബൈ 4 അല്ലേ? എല്ലാം വെട്ടിപ്പോലെ. 3, 3, 4. ആൻസർ ഇസ് 1. അടിപൊളി ക്വസ്റ്റ്യൻ. 1 is ആൻസർ. 1 is ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തിങ് ഇസ് ദാറ്റ് ഈ ദൂരം സെയിം ആയിരിക്കും. മോഡുലസ് ഓഫ് Z1 - Z2 is distance from Z1 to Z2. അത്രയേ ഉള്ളൂ. f of x equals modulus of modulus x plus 2 minus 2 mod x and the number of points of local maxima and local minima. ഇതിൻ്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ഗ്രാഫ് വരയ്ക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളത് ഇതാണ്. അതായത് അതിൻ്റെ സ്റ്റൈല് മാറുന്നുണ്ട്, ഓരോ സമയത്തും സ്റ്റൈല് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഇതാണ് എക്സ് ആക്സിസ് വിചാരിച്ചോളൂ, അതിൻ്റെ സ്റ്റൈല് മാറുന്ന നമുക്ക് അങ്ങനെ വിചാരിക്കാം. സ്റ്റൈല് മാറുന്നത്, അതായത് ഇവിടെ മോഡ് എക്സ് ഉണ്ട്. മോഡ് എക്സ് ഉള്ളതുകൊണ്ട് മോഡുലസ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, മോഡുലസ് x + 2 മോഡുലസ് 2x. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഗ്രാഫാണ് നല്ലത്. അതായത് ഞാൻ ചെറുതായിട്ട്, ദിസ് ഇസ് y ആക്സിസ്, x ആക്സിസ്. മോഡ് എക്സ് ഇങ്ങനെയാണ്. ദിസ് ഇസ് മോഡ് എക്സ്, 2 മോഡ് എക്സ്. 2 മോഡ് എക്സ് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവും അല്ലേ? 2 മോഡ് എക്സ് വന്നാൽ കുറച്ചുകൂടി ഇങ്ങനെ. This is 2 mod x. ഇത് 2x ആണ്, റൈറ്റ്? 2x ആണ്. ഇത് മോഡ് x + 2 ആണ്. മോഡ് x + 2 എങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക? -2. ദിസ് ഇസ് -1, -1. ദിസ് ഇസ് -2. -2 മോഡ്, -2 മോഡ്, വി ഷേപ്പ് ഗ്രാഫ്. വി ഷേപ്പ് ഗ്രാഫാണ് അല്ലേ? -2 മോഡ്. ഇത് കട്ട് ചെയ്യും, ഇതിനിങ്ങനെ കട്ട് ചെയ്യും. ഇവിടെ വി ഷേപ്പ് ഗ്രാഫ് ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പം മോഡ് x + 2 സംഭവം എന്ന് വെച്ചാൽ മോഡ് x + 2 മോഡ് 2x ബിഗർ ആകുമ്പോൾ അതന്നെ, അല്ലെങ്കിൽ തിരിച്ച് അല്ലേ? അപ്പോൾ ഇതിൽ ക്രോസിംഗ് പോയിന്റ്സ് ഏതൊക്കെയാണ് ഉണ്ടാവുക? അതാണ് ഓർക്കേണ്ടത്. എവിടേക്കാണ് ക്രോസിംഗ് പോയിന്റ്സ് ഉണ്ടാവുക? ഇവിടെ ഒരു ക്രോസിംഗ് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ക്രോസിംഗ് പോയിന്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ക്രോസിംഗ് പോയിന്റ്, റൈറ്റ്? അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് -2x ആണ്, ഇതെന്താ? x + 2 ആണ്. അപ്പം x + 2ഉം -2x ഈക്വൽ ആകുമ്പം ഒരു ക്രോസിംഗ് പോയിന്റ് ഉണ്ടാവും. അപ്പം എന്താ വരിക? 3x -2 ആവും. അപ്പം എക്സിൻ്റെ വാല്യൂ -2/3 ആവും. അപ്പം 2/3 ഒരു ക്രോസിംഗ് പോയിന്റ് ഉണ്ടാവും. ഒരു കഥയാണ്, ഇതൊരു കഥയാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെന്താ? ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്, ഇവിടെ ഒരു ക്രോസിംഗ്. ഇതെന്താ? ആക്ച്വലി x + 2 ആണ്. ഇത് x ആ, ഇത് 2x ആണ്. അപ്പം 2xും x + 2 കൂടി ഈക്വേറ്റ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? x = 2. അപ്പം ഇത് 2 ആണ്. അപ്പം 2ലൊരു ക്രോസിംഗ് പോയിന്റ് ഉണ്ടാവും അല്ലേ? 2ലൊരു ക്രോസിംഗ് പോയിന്റ്. ഇതും ഒരിക്കലും ക്രോസ് ചെയ്യില്ല, റൈറ്റ്? ഇത് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. പിന്നെ ഓഫ് കോഴ്സ് ഇവിടെ ഒരു ക്രോസിംഗ് പോയിന്റ് ഉണ്ട് 2ൽ, എക്സെട്ര. അപ്പം നോക്കാം. അപ്പം ഇതിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം മോഡ് x + 2 is equal to -2x. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പം ഇങ്ങനെയാണ്. ദിസ് ഇസ് x ആക്സിസ്, y ആക്സിസ് വരച്ചാൽ 2ലൊരു പിടുത്തുണ്ടാവും, പിന്നെ -2/3 പിടുത്തുണ്ടാവും, പിടുത്തുണ്ടാവും. ഓഫ് കോഴ്സ് -2 പിടുത്തുണ്ടാവും, പിടുത്തുണ്ടാവും. ഇത്രയേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2ല് പിന്നെ ഓഫ് കോഴ്സ് 0 ഉണ്ടാവും.
കാരണം സീറോയിൽ സ്റ്റൈൽ മാറണല്ലോ, അപ്പോൾ സീറോയിലും ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ നോക്കൂ, ഇതിൽ എക്സ് സീറോ ആയാൽ എന്താ വരിക? എക്സ് സീറോ ആയാൽ 2 ആണ് ഇതിൻ്റെ വാല്യൂ, 2. ബട്ട് എക്സ് സീറോ ആകുമ്പോൾ 2 ആണ് വാല്യൂ. ദിസ് ഇസ് 2, റൈറ്റ്? ഇനി എക്സ് 2 ആകുമ്പോൾ എന്താ വാല്യൂ? 2 ആകുമ്പോൾ 4 മൈനസ് 4, അപ്പോൾ 0 വരില്ലേ? അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ്. പിന്നെ 2നേക്കാൾ ബിഗർ ആണെങ്കിൽ ഇത് തന്നെയാണ് വാല്യൂ. ഇതല്ല മാക്സിമം. ഇത് എടുക്കുമ്പോൾ വലുതല്ല എടുക്കണ്ട, മോഡ് എക്സ് പ്ലസ് 2 ഇതാണ് വലുത്. മോഡ് എക്സ് പ്ലസ് 2 2x ആണ് വലുത്. അപ്പം 2x മൈനസ് എക്സ് പ്ലസ് 2 ആണ്. 2x minus x plus 2 ആണ്. What is that? It is x plus 2. It is x minus 2. x minus 2 പറയുമ്പം ഇങ്ങനെ ഗ്രാഫ് വരും. x minus 2 പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലേ? ഇതിനപ്പുറത്ത് വരുമ്പോൾ ഏതാ ഗ്രാഫ് വരിക? ഇതല്ലേ വലുത്. അപ്പോൾ 2x minus 2 വരാം, ഇങ്ങനെ ഗ്രാഫ് വരും. ഇനി -2/3 ആകുമ്പം എന്താ സംഭവിക്കും? രണ്ടും ഈക്വൽ ആവും. അപ്പോൾ അത് ഇങ്ങനെ വരും. -2/3 ആകുമ്പോൾ ഇങ്ങനെ വരും. 2/3 0, എക്സ് 2/3 ആകുമ്പോൾ 0. ഇനി -2 ആകുമ്പോൾ ഇത് പോവും. ഇവിടെ -2 ആകുമ്പോൾ എന്താ വരും? -2 ആകുമ്പം ഇവിടെ -2 4 വരും. -2 ആകുമ്പോൾ 4 വരും. -2 ആകുമ്പോൾ 4 ആണ്. ദിസ് ഇസ് 4. അപ്പോൾ ഇതാണ് വാല്യൂ വരും. -2 ആകുമ്പോൾ 4 വരും. അപ്പോൾ ഇതാണ് ഗ്രാഫ് വരും. -2 ആകുമ്പം ഇവിടെ -2 ആകുമ്പോൾ 0 വരും. ഇവിടെ -2 ആകുമ്പം 4 വരും. 4 വാല്യൂ വരും അല്ലേ? അപ്പം -2 ഇവിടെ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ഇതാണ് വലുത്. ഏത്? 2x ആണ് വലുത്. 2x വലുതാകുമ്പം തിരിച്ചാ വരാം. തിരിച്ചു വരുമ്പോൾ ഇതേ സ്റ്റൈൽ ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ദിസ് ഇസ് എ ഗ്രാഫ്. അപ്പോൾ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് എ ഗ്രാഫ്. അപ്പം ഇവിടെ ഒരു ലോക്കൽ മിനിമം ഉണ്ട്, ഇവിടെ ഒരു ലോക്കൽ മിനിമം ഉണ്ട്, ഇവിടെ ഒരു ലോക്കൽ മാക്സിമം. അത്രയേ ഉള്ളൂ. അപ്പം ഇത് കൂർപ്പുണ്ടെങ്കിലും അത് ലോക്കൽ മിനിമം ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗ്രാഫ് വരയ്ക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല. -2/3ലും 2ലും ലോക്കൽ മിനിമാണ്. പിന്നെ 0ൽ ഇറ്റ് ഹാസ് എ ലോക്കൽ മാക്സിമം. ഇത് ഗ്രാഫ് ട്രഡീഷണലി വരയ്ക്കാൻ സമയമെടുക്കും. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ശബ്ദവിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇവിടെയാണ് ക്രോസ് ചെയ്യുന്നത്. രണ്ടിനെയും ഗ്രാഫ് വരച്ചിട്ട് മേലെ വരുമ്പോൾ പോസിറ്റീവ്, വലുതെന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യാണല്ലോ. വലുതെന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ വാല്യൂ. മോഡ് എക്സ് ഇസ് എക്സ് ഇഫ് എക്സ് ഇസ് പോസിറ്റീവ്, മോഡ് എക്സ് ഇസ് -x ഇഫ് എക്സ് ഇസ് നെഗറ്റീവ്. അപ്പം ഈ x + 2 2x മോഡ് 2x-നേക്കാൾ ബിഗർ ആകുമ്പോൾ അത് തന്നെയാണ് വാല്യൂ. മറ്റേതാകുമ്പോൾ തിരിച്ചാ വാല്യൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഗ്രാഫ് വരച്ചത്. ഇതിൽ നിന്നാണ് നമ്മൾ ശരിക്കുള്ള ഗ്രാഫ് വരച്ചത്. അപ്പോൾ ദിസ് ഇസ് ദ ആക്ച്വൽ ഗ്രാഫ്. അപ്പോൾ -2/3ലും 2ലും ലോക്കൽ മിനിമം ഉണ്ട്, 0ൽ ലോക്കൽ മാക്സിമം. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത സാറ് കെമിസ്ട്രി ക്ലാസ് വരും. കെമിസ്ട്രി സാറ്. താങ്ക് യു.
Good evening, my dear children. Today we start with our second shift of today's second shift or evening shift, physics paper. Rather easier question, one or two questions I found to be a little bit difficult because integration is there, that's all. Otherwise, it is very, very simple questions. Now, very first question is there on the board. Go through that. The ratio of the intensity of two coherent sources, 1:9. Then the ratio of the maximum and minimum intensity. Now intensity ratio, therefore A1 is to A2 is equal to 1:3. Because intensity, the root of intensity is the amplitude. So amplitude of the two waves is 1:3. After superposition, I max by I minimum, that is us. A1 plus A2 whole square, A2 plus A1 whole squared by A2 minus A1 whole square. Now here is equal to 3 plus 1 whole squared by 3 minus 1 whole squared, 4 squared by 2 squared, 16 by 4 is equal to 4. So the option is equal to 4:1. Okay. Now we shall go to our next question. The excess of pressure inside bulb A is half of that bulb B. Find the ratio of the volume of A to B. Excess of pressure A, suppose this is the bulb A, the bubble A. Pressure is less. Excess of pressure inside the bubble A is half that of B. The lesser pressure is there in A, the size is large, RA, radius. And this is a smaller radius B, radius. And smaller the bubble, larger the pressure. Now given that the excess of pressure in A is equal to 4S by RA is equal to, as per the problem, given that that is equal to half, it is half that of bulb B, and the bubble B is equal to half of RS by RB. Cancel out. Therefore, you get RA is equal to 2R. Radius of the A bubble A is twice that of B. Now what we have to do, find the volume of A. So VA is equal to 4 by 3 pi RE, RE cube. VB is equal to 4 by 3 pi RB cube. Dividing. Cancel out. It's equal to RA by RB. RA by RB is equal to 2. 2 cube. 8 is 2. So option is 8. Option is 8. Again, I told you a simple one. Now we shall go to our next question. In resonance tube experiment at one end, in resonance tube experiment closed at one end, maybe. Here closed at one end is obtained at 2 consecutive lengths. Resonance tube one end is closed. There is no need of saying closed, but it is closed at one end. 2 consecutive lengths L1 10 and L2 is equal to 140. The frequency of the sound is 100 Hz, the velocity of sound. Now, I'm going to, suppose this is the resonance tube. The resonance obtained at 2 consecutive lengths. Now, first length need not be fundamental, but I am going to do fundamental mode. Therefore, this is the first length. The problem there didn't say that it is fundamental, but I am showing like this is fundamental, say. Then the very next one, now you can have the resonance. Now, next resonance situation is like this. So this is the next resonance situation. Suppose then this is 100 centimeter, then this length is 140 centimeter. So what is the length difference? Length difference is this much.
What is the length difference? Length difference from figure you can see that antinode to antinode lambda by 2. Therefore, lambda by 2. So this is 140 minus 100 is equal to 40 centimeter. And that is equal to lambda by 2. Therefore, lambda by 2 is equal to 40. Therefore, lambda is equal to 80 centimeter or 0.8 meter. The wavelength of the wave is equal to 0.8 centimeter, 0.8 meter. Now, what is the question is, what is the velocity? Velocity V is equal to nu lambda. Frequency is given 400. 400 into 0.8, 320 meter per second. And 320 meter per second. So option is there. Now, I told you, I drew the figure like this. It need not be. This is a resonance situation. This is the next resonance situation. The difference is lambda by 2. That's okay. Next. In physical quantity, PQ function is given. And the percentage of error in S. Now, percentage of error in S by power rule is equal to sum of percentage of error in the components. Here is equal to percentage of error in P plus percentage of error in Q plus 3 into percentage of error in R plus half into percentage of error in T. Now all are given to you. Now simply substitute. Percentage of error in P 1 plus Q 1 plus 3 into percentage of error in R 3. 3 up 3 into 3 plus half into percentage error in T 2. It's equal to 1 plus 1 2. 2 plus 9, 11, 11 plus 1, 12. So the answer is 12%. So option is 12%. So okay, next question. In a medium of refractive index 2, the frequency of light 5 into 10 raised to 14. The wavelength of the light is, frequency of the light remains the same, whatever may be the medium. But now we are given the refractive index of the medium as 2. From this, you can calculate what is the velocity of light in that medium. So, refractive index n is equal to Ca by Cm. Therefore, velocity in medium is given by Ca by n. It's equal to 3 into 10 raised to 8 by refractive index 2. It's equal to 1.5 into 10 raised to 8 meter per second. The velocity in the medium is given. And you got. Now, frequency is given. Then velocity is equal to lambda in medium. The wavelength of light in the medium is as from this lambda m is given by C 1.5 into 10 raised to 8 cm by frequency 5 into 10 raised to 40 is equal to 0.3 into 10 raised to minus 6. So much meter. Convert that into and get the answer. Okay. Next question. A capacitor C1 100 PF is connected to 60 volt cell, then disconnected. C1 is now connected to an uncharged capacitor C2 such that the final potential across C1 become 20 volt. Find C2. Now this is the situation. This is our C1 100 PF. Now it is charged by means of a cell, so that it is charged by a cell of 60 volt. Or we can say we have got and then cell is removed. Mean we got our first capacitor C1 100 PF and charged potential V1 is equal to 60 volt. It's a charged capacitor. It is now connected to
charged capacitor like this, C2, and it is not charged. Therefore, V2 is equal to 0. C2 is equal to C2 and V2 is equal to 0. It is not charged. So then, after this arrangement, it is said that the potential difference across this one after this arrangement, that means the PD here, the common potential. The potential across E1 and potential across E2 are the same, which is equal to 20 volt. So the common potential is equal to 20 volt after this arrangement. But you know, the expression for common potential when two ordinary capacitors independently charged capacitors connected like this. The common potential is given by C1 V1 plus C2 V2 by C1 plus C2. Now substituting common potential is 20 is equal to 20 is equal to C1 100 into V1 60 plus 0 because V2 is equal to 0 by C1 100 plus C2. Simplify, find the value of C2. Now cross multiply 2000 plus 20 C2 is equal to 6000. But 20 C2 is equal to 4000. Take that. So C2 is equal to 4000 by 20. 200 PF. So the answer is 200 PF. So the answer is 200 PF. Go to our next question. A bulb rated 100 watt to 20 volt connected to across AC supply to 20 volt. Find the peak current. Now whatever given here are the rated value. The rated value, they are all RMS. And the rated values are given. And we know P is equal to VI. Sorry. P is equal to VI. Therefore, I is equal to P by V. Here, I RMS you got by this equation. P is equal to 100 by V is equal to 220 equal to 5 by 11. This is the RMS value. Question is the peak current. And therefore, I0, the peak, is equal to root 2 I RMS. Is equal to root 2, 1.414 into 5 by 11. This is roughly 7 by 11. Definitely less than 7 and 0.64. In a simpler manner I did, and therefore the answer is equal to 0.64 volts. It's okay. Go to our next question. Now statement 1. Oxygen and hydrogen are projected into a magnetic field and they are ions. Projected into a magnetic field perpendicular to the field, the same speed. The radius of curvature of oxygen ion will be less than that of hydrogen. Statement 2. Electron and proton are projected in a magnetic field perpendicular to the field with the same speed. Radius of curvature of electron will be more. Now, we have to go through the validity of this statement. When a charged particle projected into a magnetic field with velocity, what about the radius of curvature? Radius of curvature R is given by mb by bq. When a charged particle, mass m, b is the velocity, and given by the field b, q is the charge. Now in the problem they are projected with the same speed, so b is a constant. The same magnetic field b is a constant.
Therefore, you can say radius of curvature are proportional to m by q. M by q. Now, the one which has got larger m by q will have larger radius of curvature. That's okay. Now, in the first one, oxygen. Charge is the oxygen doubly ionized. Therefore, mass 32. Sorry, oxygen doubly ionized, it is molecular atom. And charge is 2. This is 8 by 2 is equal to 4. Radius of curvature for oxygen is equal to 4. And what about the other one? Hydrogen. R is equal to, what is the hydrogen for oxygen? Radius of curvature of hydrogen proportional to m by q. M is equal to hydrogen vm 1, that is proportional to 1. Now we can say radius of curvature of oxygen by that of hydrogen if you write 4 by 1, and definitely larger for oxygen. And the radius of curvature for oxygen will be less, it is said. It is more. But this statement is wrong. The same argument in the second case. Again, radius of curvature for electron, and the other one is proton. Radius of curvature for electron proportional to 1. Electron is charge 1 എന്ന് പറഞ്ഞിട്ട് അല്ലെ 1 by nearly 1 by 2000 nearly by charge 1. Proton proportional to 1 by 1. Now it is given that it is said that radius of curvature of the electron will be more. Now this factor is less compared to this one, and therefore that statement is also wrong. So explanation is the same, and therefore both the statements are wrong. Statement 1 and 2 are incorrect. So therefore both statements are wrong, and therefore the answer. Next one. The pressure of ideal gas increases by 0.4%, keeping the boiling constant. Find the initial temperature of the gas if there is 1 degree rise in temperature. Material question that you have done. Same question. Now, at a constant volume, that we can say that P by T is a constant. P by T is a constant, Gay-Lucas law. Since P is a constant, P by T is a constant. So initially, for convenience, I am saying initial 100 P by initial temperature T is equal to. Now, when you increase the pressure by 0.4% mean, if this is 100 P the initial pressure, P2, the final pressure is equal to 100.4 P by temperature is increased by 1 degree. Kelvin or degree centigrade magnitude is same, therefore T plus 1. So P by T is a constant. Therefore P1 by T1 is equal to P2 by T2. Now this will cancel out. Cross multiplying 100 T plus 100 is equal to 100.4 T. Take the other side. 100 is equal to 0.4 T. Therefore T is equal to 100 by 0.4, 250 Kelvin. 250 Kelvin. So the initial temperature T is equal to 250 Kelvin. The answer is 250 Kelvin. Simply apply our Gay-Lucas law. That is P by T is a constant. Now two situations are given in figure 1 and 2. Through R, I1 and I2 are respectively the current. E1, R1, E2, R2, R all are given I1 by I2. So first of all we have to find what is I1 in first circuit. Here E1 2 volt. This is 2 volt. And R1 is equal to 1 ohm. E2 is equal to 1 volt. R2 is equal to 2 ohm. And R is equal to 6 ohm.
here or here. Now in this figure I1, that is net EMF by total resistance in circuit. So I1 net EMF means they are connected in series aiding. That is E1 plus E2, net EMF. E1 plus E2. Now it is better E1 plus E2. E1 plus E2 means 2 plus 1 by total resistance R1, R2, R. That is equal to R1, 1 plus R2, 2 plus R. That is equal to 6. It's equal to 3 by 9. It's equal to 1 by 3. This is I1. Next one, I2. What is the I2? To find out 2, first of all, we can replace this one. Replace this one by a single cell and write it. It's better. Or even by R1 we can write. But it is better since this is the way it is taught in your class. That is why. Now replace that by means of a single cell. Now two cells are arranged. They have different EMF and the internal resistance are connected in parallel. Then what is the net EMF there? The net EMF is given by E1R2. E1R2 plus E2R1 by R1 plus R2. That I'm doing E1 2, R2 2 plus E2 1, R1 1 by R1 plus R2 2 plus 1 is equal to 4 plus 1 5 by 3 volt. So this is a single cell of EMF 5 by 3 volt. And what is their internal resistance? Parallel. So internal resistance is equal to R1 R2 by R1 plus R2. It's equal to 1 into 2 plus 1 plus 2. It's equal to 2 by 3. Now this can be replaced by a single cell like this. 5 by 3 volt. Internal resistance 2 by 3 ohm. Connected across this 6. Now what is the current? Now current again is the same formula. Net EMF is equal to 5 by 3 by total resistance 6 plus 2 by 3. It's equal to 5 by 3 by 20 by 3. This will cancel out. It's equal to 1 by 4 ampere. Now you got I1 and I2. What is the question is I1 by I2 dividing. I1 by I2 doing 1 by 3 by 1 by 4 is equal to 4 by 3. I1 by I2 is equal to 4 by 3. 4 by 3. Option is here. Okay. A block of mass 10 kilogram, move with the speed 3 meters per second, collide with a spring connected to another block of mass 5 kilogram. Initially at rest, find the compression in the spring when both move with the same speed. Now first of all, here the surface is smooth, no dissipation. Now both with the same speed beam, they stick together to form a single body because they both move with the same speed. And therefore, there is no dissipation. You can apply, since both move the same speed, you can apply momentum conservation. Just like an ordinary equation, you can apply the momentum conservation here. Initial momentum is equal to final momentum. Initial momentum is equal to final momentum. Now, what is the initial momentum? Initial momentum, this one has got for Pi, initial momentum is equal to P of final momentum. Initial momentum only 10 kilogram mass is only moving. Therefore, initial momentum is equal to 10 into 3. Equal to. And what is the final momentum? Final momentum both are moving. And the total mass moving is equal to 10 plus 5. Therefore, 15. Move with the velocity V dash. After collision, they move the same speed. And that same speed V dash. After collision, they move with the same speed
and their V dash from this P dash is equal to 30 by 15 is equal to 2 meter per second. Next, question is not that. Question is what is the compression in the spring. Now, apply energy conservation. Since there is no other dissipation, if there is any loss in kinetic energy of the system, the loss in kinetic energy will be accepted by the spring as its potential energy by compression. Therefore, now we can say delta kinetic loss in kinetic energy is equal to gain in potential energy by the spring. Because spring compresses and thereby store potential energy. It gains that potential energy at the expense of this change in kinetic energy. So we are finding what is the change in kinetic energy. Change in kinetic energy, what is the initial kinetic energy? Of m into 3 square minus. What is the final kinetic energy? Of total mass 10, 5, 15 into the combined velocity v dash. V dash you calculated is 2 square. This is the change in kinetic energy. Is equal to gain in potential energy of the compressed spring. That's equal to half k x square, where x is the compression. Where k is given 300 is equal to half into 300 into x square. This one calculation is 9 into 45 minus. Here is equal to 30 is equal to half 150 x square is equal to 15. 15 is equal to 150 into x square. So our x square is equal to 15 by 150, 1 by 10. That is x square is equal to 0.1. Okay. Then find the value of x. From this, now you got x. Find the value of x, and the value is equal to, what is the question? Find the compression in the spring. It's okay, 9, 45, 10, 15. Here it is 30, over 15 is equal to half k. Let's find the value, get the value of x. X square you got, find the value of x. So again, next question. A block of mass 1 kilogram move with the x axis with the speed vi 10 meter per second, and there is a rough region ranging from x is equal to 0.1 meter to 1.9 meter. The retarding force acting on the block in this region, because there is a friction, retarding force is equal to minus k into x, where k is equal to 10. Or now we can say retarding force F is equal to minus 10x, because k is equal to 10. Then final speed of the block after crossing that region. Now you can calculate from this what is the retardation. Retardation suffered by the body when it crosses that region. Now F is equal to this much. Retardation is given by F by M. Is equal to minus 10x by mass is equal to 1. Is equal to minus 10x. That is A. But what is A? A is equal to, acceleration is equal to V into dV by dx. Equal to minus 10x. From this, V dV is equal to minus 10x dx. Integrating V squared by 2 between the limits. Now, it enters with the velocity given. It enters with the velocity 10. So, integrating both sides. And limit V1. V1 is, it enters with the velocity 10. Find a velocity V2.
Now x, the region where x vary from 0.1 to 1. This is the integration. Now doing this is equal to v squared by 2 between the limit 10 to v2 equal to minus. Here is 10 by 2. 10 x squared by 2 is equal to x squared between the limit 0.1 to 1. That on this on doing, we get that you can replace, you can remove this to here. Upper limit is equal to v2 square minus lower limit is equal to 10 square, that is 100 equal to here on doing minus 10 into upper limit 1.9 squared minus 0.1 squared. This is equal to v2 squared minus 100 is equal to minus 10 into 3.6. This is on calculation. From this v2 square is equal to 100. This is taken to that side. This is equal to minus 36. 64. Therefore, v2 is equal to root 64. So that is the velocity which will come out, and therefore 8. So answer is here 8. So okay. A torque experienced by a magnetic dipole in uniform magnetic field is equal to 8 root 3 Newton meter. If the angle between the magnetic moment and the magnetic field is 60, the potential energy of the dipole. Now, you are given the torque. Suppose this is the magnetic field and this is the dipole, and the angle is between 60 degree. 60 degree, it is given. Now, torque formula is tau is given by mb sin theta. Torque is mb sin theta. Torque is given to you. Experience a torque of 80 root 3 mb into sin 60 root 3 by 2. This will cancel out. From this mb is equal to 80 into 2 is equal to 160. Now question is, they are not that, but what is the potential energy at that situation? Potential energy U is equal to minus mb cos theta. Minus mb is equal to 160. The cos 60 is equal to minus 160 into cos 60 1 by 2. Minus 82. Minus 82. Option C. Okay. Now we did 13 questions. Remaining question will be followed. Thank you. 13 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്
ഹായ് മക്കളെ, ഇന്നത്തെ JEE എക്സാമിൻ്റെ ഷിഫ്റ്റ് 2-ലെ കെമിസ്ട്രി പാർട്ടിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. റൈറ്റ്, ഒന്നാമത്തെ ഒരു ചോദ്യം IUPAC നെയിമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, പക്ഷേ തെറ്റിക്കാൻ വേണമെങ്കിൽ അതും ആവാം അല്ലേ. സോ കണ്ടാൽ തന്നെ അറിയാം, ഇതാണ് പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പായിട്ട് വരാം. സോ ഇറ്റ് ഷുഡ് ബി നമ്പേർഡ് ഫ്രം ഹിയർ 1 2 3 4 5 6 അല്ലേ. അപ്പോൾ ബേസിക്കലി ബെൻസോയിക് ആസിഡ് ആണ്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ പറഞ്ഞാൽ ആദ്യം ബ്രോമിൻ പറയണം, 3 ബ്രോമോ എന്ന് വരണം. പിന്നെ നൈട്രോ ഉണ്ട്, ഹൈഡ്രോക്സി ഉണ്ട്, 2 ഹൈഡ്രോക്സി എന്ന് വരണം. പിന്നെ 5 നൈട്രോ എന്ന് വരണം. ആൻഡ് ബെൻസോയിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്. അപ്പോൾ UPSC നെയിം ഇന്നൊരു ഭാഗത്ത് നിന്ന് പഠിക്കാമെന്നില്ലല്ലോ, GOC എന്ന് പറഞ്ഞു നിർത്താൻ പറ്റില്ല. ഏത് ഓർഗാനിക് ചാപ്റ്റർ വരുമ്പോഴും നമ്മൾ UPSC നെയിം അവിടെ വരുന്ന എക്സാമ്പിൾസ് എല്ലാം നോക്കിയിരിക്കണം. എക്സെൻട്രിക് ആയിട്ടുള്ള എല്ലാ കേസസും ടെക്സ്റ്റിലുള്ളതെല്ലാം നോക്കാം. ഇതൊക്കെ ടെക്സ്റ്റിൽ ഈ ഏകദേശം ഈ ഫോർമാറ്റിലൊക്കെ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. അടുത്തത് ഇത് ഒരു പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ തോന്നാം, പക്ഷേ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇറ്റ് ഈസ് ഇൻട്രാമോളിക്കുലർ കാനിസാറോ റിയാക്ഷൻ. ഇൻട്രാമോളിക്കുലർ കാനിസാറോ റിയാക്ഷൻ കേട്ടോ. അപ്പോൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. റൈറ്റ്, രണ്ടിനും ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇറ്റ് വിൽ അണ്ടർഗോ കാനിസാറോ റിയാക്ഷൻ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓക്സിഡൈസ്ഡ് ആവും, ഒരു ഗ്രൂപ്പ് റിഡ്യൂസ്ഡ് ആവും. അപ്പോൾ ചോദ്യം, ഇതിൽ ആര് ഓക്സിഡൈസ്ഡ് ആവും ആര് റിഡ്യൂസ്ഡ് ആവും എന്നുള്ളതാണ്. അതും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 1 കീറ്റോ ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് 2 ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് അല്ലേ. ആൻഡ് യു നോ ആൽഡിഹൈഡ്സ് വിൽ ആക്ട് ആസ് എ ബെറ്റർ റിഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ അവരായിരിക്കും ഓക്സിഡേഷൻ നടക്കുക. റൈറ്റ്, ആൻഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നടക്കും അല്ലേ, because it acts as a reducing agent. The reducing hydrogen അല്ലേ മക്കളെ. And this group will undergo reduction. അപ്പോൾ ഇവിടെ റിഡക്ഷൻ നടക്കും, ഇവിടെ ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ എന്താ പ്രോഡക്റ്റ് വരണ്ടേ? CO. ഇത് എന്തായിട്ട് മാറും? ആൽക്കഹോളായിട്ട് മാറും. ഇത് ആൽക്കഹോളായിട്ട് മാറും. അടുത്ത ഗ്രൂപ്പ് ആസിഡ് ഗ്രൂപ്പായിട്ട് മാറും. ആൻഡ് ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. റൈറ്റ്, അപ്പോൾ ആ മോളിക്യൂൾ കാണുമ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് എന്താ റിയാക്ഷൻ എന്ന് മനസ്സിലാവാതെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇൻട്രാമോളിക്യുലർ കാനിസാറോ റിയാക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗമൊക്കെ ഒന്ന് നോക്കുക. ഇൻട്രാമോളിക്യുലർ ആൽഡോൾ കണ്ടൻസേഷൻ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ വന്നേക്കാം. അപ്പോൾ ഇവിടെ ഇൻട്രാമോളിക്യുലർ കാനിസാറോ റിയാക്ഷൻ ചോദിച്ചുവെങ്കിൽ ഇൻട്രാമോളിക്യുലർ ആൽഡോൾ കണ്ടൻസേഷൻ ഒരു പക്ഷേ അടുത്ത ദിവസം വന്നേക്കാം. കുറേ എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം പോവാൻ കേട്ടോ. സോ ദിസ് ഈസ് ഇൻട്രാമോളിക്യുലർ കാനിസാറോ. രണ്ട് ഗ്രൂപ്പിൽ ഇത് റിഡ്യൂസ്ഡ് ആവും, ഇത് ഓക്സിഡൈസ്ഡ് ആവും. സോ ആൽഡിഹൈഡ്, ബിക്കോസ് ഇത് വളരെ സിമ്പിളാണ്, ഇതൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ റിഡ്യൂസിങ് ഹൈഡ്രജൻ ഉണ്ട്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഗുഡ് റിഡ്യൂസിങ് ഏജൻറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ കേട്ടോടാ. ഫൈൻ. അടുത്തത്, വിച്ച് പ്രൊഡ്യൂസസ് ട്രൈബ്രോമോ അനിലിൻ എന്നാണ് ചോദ്യം. ട്രൈബ്രോമോ അനിലിൻ. നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, അമിനോ ഗ്രൂപ്പ് ഉണ്ട്. റൈറ്റ്, ആൻഡ് ബ്രോമിനേഷൻ നടന്നാൽ എന്ത് സംഭവിക്കാം? ഇതിൻ്റെ ഓർത്തോ പാരാ പൊസിഷനിൽ ബ്രോമിൻ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. ശരിയല്ലേ? എന്തായാലും ട്രൈബ്രോമോ അനിലിനിലേക്ക് പോകാനുള്ള, അത് കഴിഞ്ഞ് ഡയാസോട്ടൈസേഷൻ ടിൻ വിത്ത് HCl. എന്തായാലും ഇത് അത്തരം ഒരു പോസിബിലിറ്റി തരുന്നില്ല. ഇനി നൈട്രോബെൻസീൻ വിത്ത് ബ്രോമിനേഷൻ നടത്തിയാൽ ഒരു ബ്രോമിൻ വരും, റിഡ്യൂസ് ചെയ്യുമ്പോൾ നൈട്രോ ഗ്രൂപ്പായിട്ട് മാറും. ഇതും തരുന്നില്ല. ഓപ്ഷൻ ബി, നൈട്രോബെൻസീൻ അണ്ടർഗോയിങ് ഹാലോജിനേഷൻ, ഇതേ ഇവിടെ ബ്രോമിൻ വരും അല്ലേ, അതും തരില്ല. ആൻഡ് ആൻസർ ഷുഡ് ബി ദിസ് വൺ. എന്തൊക്കെ സംഭവിക്കാം? നൈട്രോ ഗ്രൂപ്പ് റിഡ്യൂസ്ഡ് ആവും, യു വിൽ ഗെറ്റ് എ അനിലിൻ. നൈട്രോ ഗ്രൂപ്പ് റിഡ്യൂസ്ഡ് ആയാൽ അനിലിൻ കിട്ടും. എപ്പോൾ? ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ബ്രോമിൻ വാട്ടറാണ്. അനിലിൻ വിത്ത് ബ്രോമിൻ വാട്ടർ NCERT റിയാക്ഷൻ ആണ്. യു ഗെറ്റ് എ ട്രൈബ്രോമോ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. യു ഗെറ്റ് എ 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും.
അനിലീൻ്റെ ബ്രോമിനേഷൻ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് നോക്കുന്ന സമയത്ത് തന്നെ ആ റിയാക്ഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കേണ്ടതാണ് കേട്ടോ. നൈട്രോ ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്ത് അനിലീനായിട്ട് മാറും. അനിലീൻ വിത്ത് ബ്രോമിൻ വാട്ടർ യു ഗെറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് 2,4,6 ട്രൈബ്രോമോ അനിലീൻ എന്ന് കിട്ടും കേട്ടോ. റൈറ്റ്. അടുത്തത് നൈട്രോ ബെൻസീൻ ഡൈനൈട്രോ ബെൻസീൻ ആക്കി മാറ്റുന്നു എങ്കിൽ ഇവിടെ ഇത്രയും മാസാണ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ ഇവിടെ എന്ത് മാസായിരിക്കും എടുക്കുക എന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് ചെയ്യാലോ അല്ലേ? ചെയ്തു നോക്കൂ. ഇത് 1 മോൾ എടുത്താൽ നിങ്ങൾക്കിവിടെ 1 മോൾ കിട്ടും, ശരിയല്ലേ? ഇവിടെ എത്ര ഗ്രാംസ് എന്നാണ് ചോദ്യം. നമുക്ക് എം എന്ന് കൊടുക്കാം. എം ബൈ മോളാർ മാസ് ഈക്വൽ ടു അവിടെ 4.62 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പം ഇതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C6H5 വരണം, NO2 വരണം. ചെയ്ത് കഴിഞ്ഞാൽ ഒരു 123 എന്ന് കിട്ടും കേട്ടോ. സോ എം ബൈ 123 ഈക്വൽ ടു 4.62. അവിടെ ഒരു ഹൈഡ്രജൻ കുറച്ച് ഒരു നൈട്രോ ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു 168 എന്ന് വരും കേട്ടോ. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എം ഈസ് ഈക്വൽ ടു 4.62 into 123 divided by 168. റൈറ്റ്. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു 3 ഗ്രാമിൻ്റെ അടുത്തൊക്കെ വരേണ്ടതാണ്. കൃത്യമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക. 3 ഗ്രാമിൻ്റെ റേഞ്ചിലൊക്കെ വരുന്നു വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് 123, 168 ഒരു 3 അല്ലെങ്കിൽ 2, 2-നും 3-നും ഇടയ്ക്ക് ഒരു വാല്യൂ കിട്ടുമായിരിക്കും കേട്ടോ. അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. സംഗതി ഒന്നുമില്ല. ഇതിൽ ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും JEEക്ക് കാണുന്ന പോലെ ഒരു മോളിക്യൂളിൻ്റെ സംഗതിയൊക്കെ ആ റിയാക്ഷനൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ ആ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സർസൈസ് ചെയ്യേണ്ടി വരും. ഇത് റെഗുലറായിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടുവരുന്നതാണ്. ഒരു ഓർഗാനിക് മോളിക്യൂളിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു എക്സർസൈസ് ചെയ്യേണ്ടി വരും. അതർവൈസ് യു സി 1 മോൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഇപ്പം ഇതിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു സമയം ലാഗിങ് ആയിരിക്കും അവിടെ. അത് നമ്മൾ എക്സർസൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് എമൺ സ്കാൻഡിയം ടൈറ്റാനിയം മാംഗനീസ് കൊബാൾട്ട് കാൽക്കുലേറ്റ് സ്പിൻ ഓൺലി മൊമെന്റ് ഓഫ് +2 oxidation state of metal having highest heat of atomization. ഹയസ്റ്റ് ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ ഇതിൽ ടൈറ്റാനിയമാണ്. ഹയസ്റ്റ് ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ ആ ടേബിള് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ നമുക്ക് വേണ്ടത് ടൈറ്റാനിയം 2+ൻ്റെയാണ് അല്ലേ? ടൈറ്റാനിയം 2+, സ്കാൻഡിയം 21, ടൈറ്റാനിയം 22 എന്ന് പറഞ്ഞാൽ 3d2 4s2 എന്നാണ്. ടൈറ്റാനിയം 2+ എന്ന് പറയുമ്പോൾ 3d2 ആണ്. There are 2 unpaired electron and magnetic moment will be 2.8, നിയർലി 3 എന്നൊരു ആൻസർ ആയിരിക്കാം റിപ്പോർട്ടിംഗ് ഉദ്ദേശിക്കുന്നത് അല്ലേ? റൈറ്റ്. ഇത് നമ്മൾ സ്ഥിരം പറയുന്നത് തന്നെയാണ്, അതിലൊരു കാര്യമില്ല. D&F കോർഡിനേഷൻ എടുക്കുമ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടുന്ന എല്ലാ സ്പീഷീസും മാഗ്നറ്റിക് മൊമെൻറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് അതൊരു റെഗുലർ പ്രാക്ടീസ് ആയിരിക്കണം. ഏതൊക്കെ നിങ്ങളുടെ കണ്ണിൽ പെടുന്നുണ്ടോ അതെല്ലാം ചെയ്യുക. എമൗണ്ട് ഓഫ് മെഗ്നീഷ്യം ഇൻ മില്ലിഗ്രാം ആണ് റിക്വയർഡ് ടു ലിബറേറ്റ്. അവിടെ എന്തോ വിട്ടുപോയിട്ടുണ്ട്. റിക്വയർഡ് ടു ലിബറേറ്റ് 224 ml ഹൈഡ്രജൻ എന്നാണ് കേട്ടോ. റിക്വയർഡ് ടു ലിബറേറ്റ് വിട്ടുപോയത് തന്നെയാണ്. ലിബറേറ്റ് 224 ml ഹൈഡ്രജൻ ഗ്യാസ് എന്നാണ് ചോദ്യം കേട്ടോ. റൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ? ഇറ്റ് ഈസ് മെഗ്നീഷ്യം വിത്ത് H+ dilute acid. You will get H2 gas. So 1 mole magnesium will give you 1 mole hydrogen. അല്ലേ? 1 mole magnesium will give you 1 mole hydrogen. 1 mole magnesium react with 2 mole H+. You get Mg2+ and H2 gas. Right? 1 mole magnesium എന്ന് പറയുമ്പോൾ 24 ഗ്രാം അല്ലേ മക്കളെ? It will give you 22,400 ml at STP.
നമുക്ക് വേണ്ടത് 224 ml ആണ്. 224 ml ആണ്. അപ്പോൾ ഇവിടെ എത്ര വരണം? ഇവിടെ 0.24 ഗ്രാം എന്ന് വരണം. 0.24 ഗ്രാം മില്ലിഗ്രാമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇൻറ്റു 1000 അല്ലേ? സോ ഇറ്റ് ഈസ് 240 milligram. That will be the answer. 240 milligram. That will be the answer. വളരെ ലളിതമായിട്ടുള്ള ഒരു സ്റ്റോഷിയോമെട്രിക് ക്വസ്റ്റ്യൻ, റൈറ്റ്? അടുത്തത്, at 715 mm pressure, 300 Kelvin, volume of N2 evolved 80 ml. കഴിഞ്ഞ ദിവസം വന്ന ചോദ്യത്തിൻ്റെ ഒരു ഡിക്റ്റോയാണ്. അവിടെ ഞാൻ ഓർക്കുന്നു 60 ml ആയിരുന്നു അല്ലേ? 60 ml ആയിരുന്നു. ഇവിടെ 0.2 0.5 മറ്റോ ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അക്വസ്റ്റ് ഈ ഡാറ്റയൊക്കെ സെയിമാണ്. ഈ ഡാറ്റയൊക്കെ സെയിമാണ്, വേറെ മാറ്റമൊന്നുമില്ല. മാറ്റമുള്ളത് ഇവിടെയും മാത്രം എന്തോ ഒരു മാറ്റമാണ്. ഇത് 0.5 പകരം 0.4 ആണെന്ന് തോന്നുന്നു അല്ലേ? 60 പകരം 80. അപ്പോൾ ഡിക്റ്റോ ക്വസ്റ്റ്യൻ ആണ് വിത്ത് സ്മോൾ ചേഞ്ചസ്. So how to find the percentage of nitrogen? It is mass of nitrogen by weight of organic compound 0.4 into 100, and mass of nitrogen will be number of moles into 28 alle. And how to find number of moles? Number of moles will be PV by RT. Pressure എത്രയാണ്? Pressure is 715 minus 15. Equation subtract ചെയ്യുക കേട്ടോ. 715 minus 15 divided by 760 into volume 80 ml into 10 power minus 3 divided by R 0.0821 into temperature 300. അപ്പോൾ ഇത് ഓവറോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So it will be 715 minus 15 എന്ന് പറയുമ്പോൾ 700 divided by 760, 80 into 10 power minus 3 into ഒരു 28 വരും, into 100 വരും, divided by 0.0821 into 300 എന്ന് വരും കേട്ടോ. വലിയൊരു ടഫ് കാൽക്കുലേഷൻ അല്ല. The answer comes in and around 20.21 റേഞ്ചിലാണ്. ഓപ്ഷൻ ഫസ്റ്റ് ചോയ്സ് കിട്ടും. 20.95 എന്ന ആൻസർ കിട്ടും. കഴിഞ്ഞ ദിവസം വന്ന ഒരു വേണമെങ്കിൽ ഡിക്റ്റോ എന്ന് തന്നെ പറയാം. ആകെ 2 ഡാറ്റയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇഫ് ദ റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻ ഈസ് ദ സെയിം തിങ്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് നോട്ട് എ പെർമനന്റ് ഇഫക്റ്റ്. തെറ്റല്ലേ? ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് എ പെർമനന്റ് ഇഫക്റ്റ്. In general, greater the number of alkyl group attached to positively charged carbon atom, greater is the hyperconjugation interaction. അത് കറക്റ്റ് അല്ലേ? If you take tertiary carbocation, tertiary carbocationന്റെ സ്റ്റെബിലിറ്റി തന്നെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം എന്നല്ലേ പറയുന്നത് അല്ലേ? അപ്പോൾ ജനറലി ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പിന്നെ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ഗ്രൂപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കഥ മാറി കേട്ടോ. അപ്പോൾ ജനറലി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെയാണ്. ഇത് തെറ്റാന്ന് പറയാം. സ്റ്റേറ്റ്മെൻറ്റ് 1 wrong 2 correct. സ്റ്റേറ്റ്മെൻറ്റ് 1 wrong 2 correct. ഇത് സെലക്ട് ചെയ്യുക അല്ലേ? ഓപ്ഷൻ 4th ചോയ്സ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണോ അത് അതിൻ്റെ ഒരു നോർമലി നമുക്കൊരു മെത്തിൽ ഗ്രൂപ്പ് എന്ന് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അടുത്തത് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്. ഏതാണ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്? ഏതാണ്? വാട്ടർ സോല്യൂബിൾ BC കോമ്പിനേഷൻസ് ആണ്. വൈറ്റമിൻ ബിയും സിയും ഒക്കെയാണ്. ഫാറ്റ് സോല്യൂബിൾ അറിയാമല്ലോ, ADEK അല്ലേ? ADEK ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്. ADEK ഓപ്ഷൻ ഇത് ഡി. അടുത്തത് വെറ്റ് കോട്ടൺ ക്ലോത്ത്സ് മേഡപ്പ് ഓഫ് cellulose based carbohydrate takes comparatively longer time to get dried than wet nylon based clothes. കറക്റ്റ് അല്ലേ? ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ധാരാളം OH ഗ്രൂപ്പ് ഉണ്ടാവും, ധാരാളം ഹൈഡ്രേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്, വെറ്റാവാൻ കൂടുതൽ സമയമെടുക്കും. സിമ്പിൾ ലോജിക്കാണ്.
intermolecular hydrogen bonding with water molecule is more in nylon based clothes than in cotton clothes. ഇത് തെറ്റാണ്. മോർ ഇൻ നൈലോൺ ബേസ്ഡ് ക്ലോസ് എന്നുള്ളത് തെറ്റാണ്. കോട്ടൺ ബേസ്ഡ് ക്ലോസിലായിരിക്കും അത് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ ഡ്രൈ ആവാൻ കൂടുതൽ സമയം എടുക്കുന്നത് എന്നാണ്. ഒന്നുമില്ല, ഹൈഡ്രജൻ ബോണ്ടിങ്ങും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ OH ഗ്രൂപ്പുകളുടെ നേച്ചറും ഉൾപ്പെടുത്തുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ അല്ലേ. സോ ഇത് തെറ്റാണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്, 1 കറക്റ്റാണ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, ട്രൂ ഫോൾസ്. ഓപ്ഷൻ 3 അല്ലേ, 3 അല്ലേ വരും. തേർഡ് ചോയ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ, 2 ഫോൾസ്. ഓക്കെ, അടുത്തത്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് വിഷയം കേട്ടോ. ഹൈഡ്രജൻ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം, ഒരു ലിങ്ക് കോൺസെപ്റ്റ് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് 2s 2p ഓർബിറ്റൽ ആർ റെസ്പെക്റ്റീവ്ലി. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓർമ്മയില്ലേ, റൂട്ട് ഓഫ് L into L+1 h/2π എന്നാണ്. ആൻഡ് ഫോർ S ഓർബിറ്റൽ L ഈക്വൽ ടു 0. അപ്പോൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം 0 വരണം. അപ്പോൾ ഇതല്ല 0 വരണം കേട്ടോ. അടുത്തത് 2p ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ p ഓർബിറ്റൽ എന്താണ്, L ഈക്വൽ ടു 1 ആണ്. സോ 1 into 1+1 എന്ന് പറയുമ്പോൾ √2 അല്ലേ, √2 h/2π എന്നാണ്. √2 h/2π. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ഫസ്റ്റ് ചോയ്സ്. ഓപ്ഷൻ ഫസ്റ്റ് ചോയ്സ്, റൈറ്റ്. അപ്പോൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഏരിയയിലുള്ള വേറെ എന്തെങ്കിലും ആവാം അടുത്ത ദിവസം ചോദിക്കാൻ പോകുന്നത്. നമ്പർ ഓഫ് ഓർബിറ്റൽസിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ബേസ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ആ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ഭാഗത്ത് റെഫർ ചെയ്തിട്ടുള്ള എല്ലാ ഫോർമുലകളും ഒന്ന് നോക്കി വയ്ക്കാം. മാച്ച് ലിസ്റ്റ് 1 ലിസ്റ്റ് 2. നൈക്കോജൻസ്. ദിസ് ഈസ് നൈക്കോജൻസ്. ചാൽക്കോജൻസ് കറസ്പോണ്ടിങ് ആയിട്ട് മാച്ച് ചെയ്യാനുള്ളതാണ്. നൈക്കോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഫാമിലി, ഗ്രൂപ്പ് 15 ആണ് നൈക്കോജൻ, നൈട്രജൻ ഫാമിലി. നൈട്രജൻ ഫാമിലിയിൽ വരുന്ന ആരാണ്, ബിസ്മത്ത് ആണ് നൈട്രജൻ ഫാമിലി. ചാൽക്കോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഫാമിലിയാണ്. ചാൽക്കോജനിൽ ഏതാണ്, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെല്യൂറിയം, ഇതല്ലേ, ഇത് വരണം. പിന്നെ ഹാലോജൻസിൽ ഏതാണ്, അസ്റ്റാറ്റിൻ വരണം. അസ്റ്റാറ്റിൻ. നോബൽ ഗ്യാസസിൽ റെഡോൺ വരണം അല്ലേ. ഇപ്പോൾ ഗ്രൂപ്പുകളുടെ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളുടെയും ഒരു പ്രോപ്പർട്ടീസ് നോക്കണം. ഗ്രൂപ്പ് പി ബ്ലോക്ക് എലമെൻസിൽ ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള ഒരു എലമെൻ്റൽ ക്ലാസിഫിക്കേഷൻ, റൈറ്റ്. സ്ട്രക്ചറൽ ഐസോമേഴ്സ് C9H12 വിത്ത് ബെൻസീൻ റിംഗ്. C9 വിത്ത് ബെൻസീൻ റിംഗ് എന്ന് പറയുമ്പോൾ ഇത് C6H5 ആയി, ഇത് C6H5 ആയി, CH2 CH3. ദാറ്റ് ഈസ് നോർമൽ പ്രൊപ്പൈൽ ബെൻസീൻ. C9 ആയി, H ഇവിടെ 5 ആണ്, 5ഉം 9ഉം കറക്റ്റായി C9H12. So this is molecule number 1 and molecule number 2. എല്ലാം ബെൻസീൻ റിങ് വേണമെന്നാണ് പറയണത് കേട്ടോ. എല്ലാം ബെൻസീൻ റിങ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് കുറച്ചെണ്ണം എടുത്തിടാം, എത്രണ്ണം വേണ്ടി വരും അറിയില്ലല്ലോ. ആവശ്യമില്ലാത്തത് നമുക്ക് അപ്പോൾ കളഞ്ഞാൽ പോരെ. യെസ്, അപ്പം ഇതൊരെണ്ണമായി. അടുത്തത് ഇങ്ങനെ വന്നൂടെ, അല്ലേ. ഐസോപ്രോപ്പൈൽ ബെൻസീൻ, ക്യുമീൻ. മൂന്നാമത്തേത് ഇപ്പം ഈ ഒരു കോമ്പിനേഷൻ കഴിഞ്ഞു. മൂന്നാമത്തേത് ഇങ്ങനെ വന്നൂടെ അല്ലേ. ഈത്തൈൽ മീത്തൈൽ ബെൻസീൻ വന്നൂടെ, മീത്തൈൽ ബെൻസീൻ. അതിൽ തന്നെ ഒരു 3 എണ്ണം വരില്ലേ മക്കളെ, ഇതിൽ തന്നെ ഒരു 3 എണ്ണം വരില്ലേ. മീത്തൈൽ ഈത്തൈൽ ബെൻസീനിൽ തന്നെ 3 എണ്ണം വരും. ഏതൊക്കെയാ, ഓർത്തോ മെറ്റാ പാര അല്ലേ. ഓർത്തോ മെറ്റാ പാര 3 4 5 ആയി. അപ്പോൾ പ്രൊപ്പൈൽ ബെൻസീൻ കഴിഞ്ഞു, ഈത്തൈൽ മീത്തൈൽ ബെൻസീൻ കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ 5 എണ്ണത്തിലായി. ഇനി എന്താ വേണ്ടേ, ഇനി എന്ത് വേണം,
ട്രൈമീത്തൈൽ ബെൻസീൻ ആവാമല്ലോ അല്ലേ? ട്രൈമീത്തൈൽ ബെൻസീൻ അതാവാം. ട്രൈമീത്തൈൽ ബെൻസീൻ അതാവാം. ട്രൈമീത്തൈൽ ബെൻസീൻ അതൊരു 3-4 എണ്ണം ഉണ്ടാവും, അറിയില്ല, നോക്കാം, അവിടെ കിടക്കട്ടെ. ട്രൈമീത്തൈൽ ബെൻസീൻ, ട്രൈമീത്തൈൽ 1, 2, 3 ഇതൊരെണ്ണമായില്ലേ, 6ാമത്തെയായി ട്രൈമീത്തൈൽ ബെൻസീൻ. പിന്നെയോ ഇങ്ങനെ വന്നൂടെ, 1, 2 ഇങ്ങനെ വന്നൂടെ, 7ാമത്തേത് 7. ഇനിയോടാ സിമ്മെട്രിക്കൽ ഒരെണ്ണം വന്നൂടെ, സിമ്മെട്രിക്കൽ ഇങ്ങനെ ഒരെണ്ണം 8ാമത്തേത്. ഇനിയുണ്ടോ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. 8 എണ്ണം. ഒരെണ്ണം നമുക്ക് എക്സസ് ആയി, വിട്ടേക്കും. 8 എണ്ണം. ഇപ്പോൾ പ്രൊപ്പൈൽ ബെൻസീൻ 2 എണ്ണം, നോർമൽ പ്രൊപ്പൈലും ഐസോപ്രൊപ്പൈലും. പിന്നെ ഈത്തൈൽ മീത്തൈൽ ബെൻസീൻ 3 എണ്ണം, ഓർത്തോ മെറ്റ പാര. പിന്നെ ട്രൈമീത്തൈൽ ബെൻസീൻ 3 എണ്ണം. അപ്പോൾ ടോട്ടലി 8 ഐസോമേഴ്സ് കിട്ടും. 8 ഐസോമേഴ്സ് വരും. അപ്പം ഇതിന് കോംപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ സാധിക്കില്ല, ധാരാളം എണ്ണമുണ്ട് അല്ലേ? റൈറ്റ്. അടുത്തത് ബോർ മോഡൽ ആപ്ലിക്കബിൾ ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ഓഫ്കോഴ്സ് അതിനെയല്ലേ ബോർ ആറ്റം എന്ന് പറയുന്നത്. ബോർ മോഡൽ ഡസ് നോട്ട് കൺസിഡർ ഇലക്ട്രോൺ റിപ്പൽഷൻ. ശരിയല്ലേ? ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് യൂണി ഇലക്ട്രോണിക് സിസ്റ്റം. മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യില്ലല്ലോ അല്ലേ? അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ദിസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. CrO3 strong oxidizing agent. Definitely, because it is in the +6 state, will revert to +3 state. It is a good oxidizing agent. Cr+6 is more stable than molybdenum +6. തെറ്റാണ്. NCERT ഉള്ള കമൻ്റാണ്. ക്രോമിയം +6 സ്റ്റേറ്റിൽ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ താഴത്തോട്ട് വരുമ്പോൾ മോളിബ്ഡിനമോ ടങ്സ്റ്റണോ വർക്ക് ചെയ്യുന്നില്ല എന്ന് കൃത്യമായിട്ടുള്ള കമൻറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അല്ലേ? NCERT കമൻറ്റ് തന്നെയാണ് ചോദ്യം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഒന്നുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് 2 റോങ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് 2 റോങ് കേട്ടോ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഡർ ഈസ് കറക്റ്റ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ആ പി ബ്ലോക്ക് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ആ ടേബിൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. എ കറക്റ്റാണ്. അയണൈസേഷൻ എനർജി ബി കറക്റ്റാണ്. കാരണം ബോറോൺ കഴിഞ്ഞ് താലിയം വരുന്നത് നോക്കിയാൽ തന്നെ അറിയാം. ഡെൻസിറ്റി താലിയം, ഇൻഡിയം, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇത് റെഗുലർ ഓർഡറാണ്, അതും കറക്റ്റാണ്. സൈസ് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇത് തെറ്റാണെന്ന് അറിയാമല്ലോ അല്ലേ? ഗാലിയത്തിൻ്റെ അവിടെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇത് ബോറോൺ സൈസ്, ബോറോൺ മാക്സിമം ആൻഡ് ദെൻ അലുമിനിയം, ഗാലിയം, ഈ ഒരു ഭാഗം ഗാലിയം ഓപ്പോസിറ്റ് അല്ലേ, D10 കോൺഫിഗറേഷൻ, ഇത് തെറ്റാണ് കേട്ടോ. ഇറ്റ് ഈസ് ABC ഓൺലി. ആ ടേബിളിലെ ആ ഡാറ്റ, ഗ്രൂപ്പ് 13 ആ ടേബിളിലെ ഡാറ്റ തിരിച്ചും മറിച്ചും ഒരുപാട് തവണ ചോദിക്കുന്നു, ഒരുപാട് തവണ. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ കാർബണിൻ്റെ ടേബിളിൽ നിന്ന് ചോദിച്ചുകൂടായില്ല. ടേബിൾ നോക്കണം, ഡാറ്റയൊന്ന് കമ്പയർ ചെയ്ത് മെറ്റിക്കുലസ് ആയിട്ട് പഠിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പൗണ്ട് ഓർ കോംപ്ലക്സ് ആർ ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ? ഡയാമാഗ്നറ്റിക്, ഇത് D0 ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. +6 സ്റ്റേറ്റ് അല്ലേ, ഡയാമാഗ്നറ്റിക് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുന്നു, അതും ഡയാമാഗ്നറ്റിക് ആണ് അല്ലേ? ഇനി ഇവിടെയോ കൊബോൾട്ട് COH2OF3, കൊബോൾട്ട് 3+ ആണ്. കൊബോൾട്ട് 3+ ആണ്. കൊബോൾട്ട് 3+, കൊബോൾട്ട് 27. D7S2 എന്ന് പറയുമ്പോൾ D6 വരും. D6ൽ വാട്ടറും ഫ്ലൂറിനുമാണ് വരുന്നത്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് അല്ലേ? സോ ഇറ്റ് വിൽ ബി D6 ഇങ്ങനെയല്ലേ മക്കളെ വരിക? D6 ആൻഡ് ഇറ്റ് വിൽ ഗോ ഫോർ sp3d2 hybridization. That will be paramagnetic, isn't it? Paramagnetic. ഇനി ഇവിടെയോ Cr3+, ഇതും പാരാമാഗ്നറ്റിക് അല്ലേ? ABC വരണം അല്ലേ? കറക്റ്റ് അല്ലേ? ABC.
So it should be which or are diamagnetic എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബി സി വരണം അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇതിലും നമുക്കൊരു കോംപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ പറയാനില്ല. കാരണം ആസ് യൂഷ്വൽ ആ പഠിക്കുന്ന എല്ലാ മോളിക്യൂൾസും കിട്ടുന്നതെല്ലാം പരിശോധിക്കുക. സ്ട്രക്ചർ, ഹൈബ്രിഡൈസേഷൻ, മാഗ്നറ്റിക് മൊമെൻറ്റ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊള്ളുക. കഴിഞ്ഞു അല്ലേ? യെസ്, കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി പാർട്ടിലുള്ള ഡിസ്കഷൻ അവിടെ തീരുകയാണ്. ബാക്കി കൂടുതൽ ഡിസ്കഷൻ വിൽ കണ്ടിന്യൂ കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്, സീ യു. Yes, good evening, all of you. Today is second day, second session. Questions are as expected. Questions are either moderate or questions are easy, we can say. So that pattern they are maintaining. Pattern. So not much variation happening in the trend of physics question. That is a very good sign. Students need not be anxious about the questions. So what trend were followed, that trend is still followed. So that way physics questions students are benefited. Okay. Now this question, resonance column, today I think this is the second question from resonance column apparatus. So you may be considering it as an experiment-based question. We can also say an experiment-based question. Many of you might have done this question in your class, lab class also. Look, the two columns closed at 100 centimeter and 50 centimeter long gives 15 beats per second, which one is sounding in the respective fundamental. Both are in fundamental node. So first case, when first resonance length you are getting, it is a closed pipe. We can find that the frequent wavelength will be frequency will be wave velocity by 4L1. That is first frequency. That is coming to be V divided by 4 into 1 meter. We can directly do in meter, that will be convenient. Yes. Then second case, again it is giving resonance in the fundamental position. So second case it will be V divided by 4L2.
that is V divided by 4 into 1 point. Because second case, the resonance length is coming to be. Difference of frequency is given to be 15 hertz. That is number of beats 15 is equal to F1 minus F2, that is V by 4 minus V by 4 into 1 point. Therefore, V by 4 I have taken out, 1 by 1 minus 1.2, that is easiest way of doing it, into 15. Therefore, V by 4 into taking LCM 1.2 minus 1.2 divided by 1.2 is equal to 15. Therefore, V is equal to 15 into 4 into 1.2 divided by 0.2. That comes to be 6. That is 360 meter per second. So, very direct question. Okay. If you refer NCERT book, remember that there is no experiment mentioned over there under the name of resonance column apparatus, but questions are very frequently asked. The principle is studied there, but as such, resonance column apparatus is not coming directly in your NCERT book. So, this is the case. The first, both are at first resonance position. Why? They are resonating with two different frequencies. That's why. First case frequency is this, second case frequency is this, you will be getting the result. Okay, we go to the next question. Then again, simple mechanics question. Position is given, therefore velocity we can get as differentiating velocity we will be getting it. First will be 220t. Second will be 2c into t minus 2. So different once again, 202 because second term the constant will cancel out. Then it will be 2c. Note the c0 and c, they are different. Then 2 into c into t minus 2 into differentiation of t minus 2, that is 1. Now acceleration, once again differentiating it, we will be getting 220 plus, it is coming to be 2c. Therefore, acceleration can be given as 2 into c0 plus. If we just look into options, then don't go for other verifications. This is directly in front of you. Once you calculate it, accept, because one thing is there, we have to calculate velocity as well as acceleration. Once you calculate the acceleration, answer is right in front of you, then don't waste any time. You can directly get the result as option D. Next question. Projectile is projected with the speed u and its range is 3 times that of the maxima height. Projectile range is given to be, that I am writing, n divided by 25 into u square by g. So we have to incorporate two things. Number one, in the expression of range given, we have to pull out the value of n. Second thing, we have to relate what the particle is projected with the speed u, range is 3 times the height. So it will be very useful if you remember this, range by height 4 cot theta. Very useful relation for you, 4 cot theta. Now tell me, here it is given that range is 3 times height. So this is coming to be 3 is equal to 4 cot theta. Therefore, tan theta, 1 by tan theta will be going over here. It will be 4 by 3. So now we got tan theta. You can get the value of sin theta or cos theta. We'll come to that. Now come to the formula for the range. What is the range formula? That is u square sin 2 theta by g. So better you can write it as how
u square into 2 sin theta cos theta by g. Here you have tan theta, but you need sin theta and cos theta. That will be the best thing is to get sin theta and cos theta. Make a right angle triangle. Mark any angle theta except this should be kept 90 degree. This should not be changed. This is theta. Tan theta is given to be tan cot theta is 3 by 4. Tan theta is 4 by 3. So this is coming to be root of how much? This is once again r by h is equal to 4 cot theta, 4 cot theta. Then r by h is coming to be 3 times, that is 4 cot theta. Tan theta will be 4 by 3. This is 3 and 4. So this will be 5. Oh, so easy. Tan theta is 4 by 3. This will be an easy calculation. That is 5. Now come over here. Range is equal to u square into 2 sin theta will be how much? 4 by 5. Cos theta will be 3 by 5 divided by g. This is coming to be r is equal to 24 u square by 25g. So now we calculated the range. So from relation r by h is 4 cot theta, very useful relation. You must remember, everybody. From that we got tan theta is 4 by 4, 4 by 3. From that, so it is very easy. Tan theta is 4 by 3. Either you can say this will be 5 easily, or the angle will be 53 degrees. So it's a known angle, standard angle. You can directly go to that. Now we calculate the range. Range is calculated to be 24 u square by 25. Now come to the value of range given to you. When you compare the value of range given to you, you can very easily find that in place of n, who is there? 24 is there. So we can easily get it. So minimum time. Yes, steel ball of diameter 30 millimeters drop into a terminal velocity. Find the coefficient of viscosity of the oil. So this is a direct formula. Terminal velocity is equal to 2 by 9 r squared density of solid by density of liquid into g divided by eta. So eta is coming to be 2 r squared density of solid by density of liquid into g divided by 9 into terminal velocity. All things are with you. Radius is with you. Terminal velocity is with you. Rho s is with you. Rho l is with you. Radius is with you. All are with you. You can easily evaluate. It's a very direct question, but some numerical stress or numerical strain is coming to you. But it will be a relief question, because no complication, no twisting, very direct formula. You can get the answer. Answers is not given. So now here, look. So what we can do is this. This is, I say, output of this is y1. Let me change the color. This is y1. Isn't it? This is, so for y1 will be what gate? OR gate. Y1 will be A or B. Y1 is A or B. Then output will be Y is equal to this NAND gate A and Y1, or Y is equal to A and Y1 will be A or B. Yes, this is the output. Once again, this one Y1 is A or B or gate. Then this is Y is equal to Y1 and A and Y1. A and Y1 will be A or B. If 0, 1 is given, accordingly we will get the answer. Okay. Next, it's a very direct question.
Boltzmann's constant. Boltzmann's constant, you can easily get it as PV is equal to NKBT. Boltzmann's constant is equal to PV by N into T. PV is energy, that is ml square T minus 2. N has no dimension. T is Kelvin minus 1. M L square T minus 1, T minus 2 into Kelvin. M L square. So 1 matching with B. Yes. Second one, coefficient of viscosity. Many students remember it. M L minus 1, T minus 1. So it has come to your mind automatically. So this is C. 2 matching with C. Then thermal conductivity. Thermal conductivity, the formula is coming. Heat radiated per second. Heat current, heat conducted per second is equal to K into A into temperature gradient. So this is heat per second, that's power. M L square T minus 3. K you require. Then area L square, this is Kelvin divided by L. 1 L get cancelled. Then this thermal conductivity, K is coming to be here M L square T minus 3. This 1 L is remaining over there. That L will come to this side into L to the power of minus 1, K to the power of minus 1. This is coming to be ml square T minus L minus 1, L minus L to the power of 1, T minus 3, K minus 1. I'll write it clearly. This is coming to be M L square into L to the power of minus 1, L T minus 3, K minus 1. Search it. Yes, this is the answer. So this is matching with D. So, and last one is Planck's constant. Everybody knows Planck's constant is ml square T minus 1. This is a result we remember. So 1 matching with B, 2 matching with C, 3 matching with D, and 4 matching with O. So this option is correct. Easy. Next, similar question asked in the January session also. There is a spherical object of refractive index 1.5, radius of curvature 50 centimeter. You cannot consider it as a lens because our formulas for a thin lens, this is not coming in the category of thin lens. Here we have to consider that distance of the object from the left surface, the distance of the final image is formed, isn't it? From the left surface is what? 200 centimeter. Final image is formed at the 200 centimeter. Okay. So what you have to do is that first, due to the first surface, we can use the formula n1 by, or distance of the object from the n1 by minus u plus n2 by v is equal to n2 minus n1 by r. n1 air, that is 1 by minus u plus n2 is 1.5. v, the distance of the final image from the left surface. Okay, V is some data missing, I think. Image from the left surface. So here we have to consider the image formation due to what? First surface alone. If you consider first surface, due to first surface, due to the first surface, then it is coming to be from here, it is 200 meter in front of it. 200 meter in front of means
it is coming to be, this is 50, this is 150. That is minus 150 is equal to n2 minus n1. n2 is coming to be 1.5, n1 is coming to be 1, r is coming to be 50 centimeter. On solving, you will be getting the value. But here we have to consider one thing. We are considering only the image due to first surface only. Image due to first surface. Image due to the first surface. Isn't it? Okay. That I am considering like that. Come on. Next one. Hydrogen atom in an electron makes a transition from nth orbit to fourth excited state. Energy released in this transition is 0.33. Find the value of n. So tell me, energy from E4, no, this is fourth excited state. Fourth excited state means this is fifth level, E5. E5 is coming to be minus 0.55. It is better you remember, at least for 5, that I prefer. Everybody knows the formula, minus 13.6 by n square. So, n is equal to 1 minus 13.6, n is equal to 2 minus 3.4, n is equal to 3 minus 1.5, n is equal to 4, 0.85, n is equal to 5.55. This is 0.55. Okay. Now, it is coming from what orbit? Fifth orbit, sorry, nth orbit. So, energy of nth orbit will be coming to be, therefore, energy of the nth orbit is further less. How much less? 0.33 less. Therefore, this will be minus 0.55 minus or minus plus 0.33. Therefore, energy of the orbit is coming to be minus 0.22 electron. Isn't it? Because if you go to the higher orbits, this will be, energy values will be further decreasing. That's why from minus 0.5, minus or minus, it will become plus 0.33. Therefore, energy is coming to be 0.22 electron volt. Come on. Now, energy in any hydrogen orbit is coming to be minus 13.6 by n square. That is coming to be minus 0.22. Minus minus get cancelled. N square is coming to be how much? 13.6 divided by 0.22. That is coming to be nearly, n square is coming to be nearly 64. Nearly 64. Or n is coming to be 8. So, some approximation you have to do while making the calculation. Otherwise, it will be a prolonged process. Once again, repeat, energy, this is fifth orbit, fourth excited level means fifth orbit. Fifth orbit energy, if you can remember, is very good, minus 0.55. Now, electron coming from higher level to this, so energy of higher level can be given by fifth orbit energy plus difference of energy. That comes to be minus 0.2. So, electron jump from nth level of how much energy? Minus 0.22. So, energy minus 0.22, energy of any hydrogen orbit is given by 13.6 by n square. N square will be 13.6 by 0.22, nearly 64. Therefore, n is equal to 8. Approximately n is equal to 8. Next question. Yes, I think last question. Two cylinders each of area are, yes. Diagram is missing, so let me draw the diagram. Yes. They are connected by a valve. Area is given to be 2 meters square. This cylinder contains water up to 6 meters. This contains water up to 1 meter.
when this valve is open, both levels, both are of area 2 meters square. When the valve is open, both the levels will be equal. Both the levels will be equal. So, question is asked to you, how much work done in this process? How much work done in this process? Work done in this process is change in kinetic energy, change in potential energy. That is potential energy final minus potential energy initial. This is the work done. Yes, and here no question of kinetic energy. There is an involvement of kinetic energy while liquid is moving, but we are talking about situation before opening the valve, the liquid levels are stationary, no kinetic energy. After opening the valve, again both the liquid levels will come into the equilibrium states. Again there is no kinetic energy, so only potential energy involved. Now, potential energy initial I am going to calculate it. Is equal to, what is the mass of the liquid? That is volume into density of the liquid into height in the initial case. That is potential of tube number 1 plus V into rho into H2. Yes. What is V into rho into H1? V into rho into H1. V is volume, area of cross section into height into rho. That is the what? mg into H into G. G is also there. mgh. This is m into A. Into H1, volume will be what? A into H1 into, this is the volume, A into H1 into rho, into A is A into H1 into rho, into height will be height of center of mass here to take. Center of mass of the liquid in column number 1 will be H1 by 2 into G. Plus here A into H2 into rho, that is a mass, into height will be H2 by 2 into G. So let us work it out. Area cross section is 2 into H1 is 6 into density is 10.3 into this is coming to be 3 into G. G we can take it as 10. So somewhat calculation plus this is 2, H is 1, density is 10.3 into H2 by 2, that is equal to 1 by 2 into 10. So that is coming to be 2 into 6 into 10 to the power of 3. This is coming to be 2 into 6, 12, 36. 36 into 10 to the power of 4. 2 into 6, 18 into 2 into 10 to the power of 4. Plus here 2 get cancelled. This is coming to be 2 into 1 into 10. That is coming to be 10 to the power of 4. That is 4 into 10 to the power of 4 joules. That is initial. Final potential energy. When the valve is open, the level here will come down, level will come here, and both will be same level. What will be the same level? Average of the heights in these two. This is 6, this is 1. Average will be what? 6 plus 1 by 2, 7.5. So, let me write first this. Average height when valve is open. Average height when valve is open. That is 6 plus 1 by 2. That is 3.5. Now, what is the final potential energy? A, 2 meter. Height, 3 meter. Density, 10 to the power of 3. Into height will be, height of center of mass, 3.5 by 2. Into 10. This is coming to be 2 to get cancelled. This is 3.5 into 3.5 into 10 to the power of 4. Isn't it? So, here this is coming to be 3.5 into 3.5
That is, you evaluate the value, isn't it? That's better. So I don't waste time. Now we got initial potential energy as how much? 4 into 10 to the power of joule. Final potential energy will be, liquid will be, one more thing. Liquid will be in both the limbs. Both the limbs are there. Both the limbs are there. So it will be into 2. Into 2. Both the limbs, the liquid will be how much height? 3.5. Therefore, what will be that? 2 into 2, that is area of cross section, into height 3.5, into 10 to the power of 3, into 3.5 by 2 into. So, you got U final. Therefore, work done will be change in potential energy, final potential energy by initial. So once again, quickly go through it. Work done, how you have to calculate, because no other energy involved here. Energy involved here is the change in potential energy, final potential energy minus initial potential energy. Now, initial potential energy in the limb number 1, how much? Area of cross section 2, height 6, into rho 10 to the power of 3, into height of center of mass we want, that is 3 into 10, plus second tube 2 into 1 into 10 to the power of 3, into height of center of mass will be 1 by 2 into 10. That is coming to be, this is coming to be how much? Oh, this is 6 into 2 into 3. Oh, this is different value coming. This is 12 into 3, 36. Oh, sorry. We have made a mistake here. This is coming to be 36. 36 into 10 to the power of 4, plus this is 2 get cancelled, 10 to the power of 4. That is 37 into 10 to the power of 4. 37 into 10 to the power of 4. Yes. 30, some calculation is there, that's all. Okay. This is in tube number 1. This is in tube number. Now when they are connected, they will come to an average height. Average height, they are coming to be 6 plus 1 by 2, that is 3.5. Then what is the final kinetic energy? In both the tubes are there. In one tube, 2 into height is 3.5 into 10 to the power of 3 into center of mass height is 3.5 by 2 into 10 and 2 such tubes. So we'll get final potential energy. The difference of potential energy will give you the work done. Okay, that's about. So we have done here about some 13 plus 25 questions or 24 questions we have done. Okay, bye. ഹലോ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്താലോ? പ്രോബിലിറ്റിയിലെ ചോദ്യമാണ്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, പ്രോബിലിറ്റി ബൈനോമിയൽ തിയറം ഇല്ല, പക്ഷെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് കേട്ടോ. ഡിസ്ട്രിബ്യൂഷനിൽ ഉള്ള ചോദ്യം ഞാൻ പറയുമ്പോൾ 2 ചോദ്യം കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു അവർ. അതുകൊണ്ട് എന്തായാലും ഇത് പഠിച്ചു പോയിക്കോളൂ. എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ വിത്ത് പ്രോബിലിറ്റീസ്. അപ്പോൾ എക്സ് ഇതാണ്, ഇങ്ങനെയാണ് എക്സ്, ഇതാണ് എക്സ്, ഇതാണ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സ്. അപ്പം പി ഓഫ് എക്സ്, ഇപ്പം എക്സ് എന്തൊക്കെയാ വാല്യൂസ്? 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം. പി ഓഫ് എക്സ് ഈക്വൽസ് 1. എക്സ് 1 കൊടുത്താൽ ലാംഡ ടൈംസ് 2 by 254 ആണ് അല്ലേ?
അല്ലേ? എക്സിന് പകരം 1 കൊടുത്താൽ ഇവിടെ ലാംഡ ഇൻറ്റു 3/54 ആണ്. ഇത് ലാംഡ ഇൻറ്റു 4/54 ആണ്. ഇത് ലാംഡ ഇൻറ്റു 5/54 ആണ്. ഇത് ലാംഡ ഇൻറ്റു 6/54 ആണ്. ഇത് ലാംഡ ഇൻറ്റു 7/54 ആണ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 1 ആണ്. ബിക്കോസ് സം ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് 1. അപ്പോൾ അതിന് ലാംഡയുടെ വാല്യൂ കാണാം. അപ്പോൾ വാട്ട് ദ വാല്യൂ ഓഫ് ലാംഡ? ലാംഡ ബൈ 54, യു നോ സിഗ്മ പി ഐ ഈസ് ഇക്വൽ ടു 1 അല്ലേ? സിഗ്മ പി ഐ, കാരണം ഇതൊക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, അതുകൊണ്ട് ആഡ് ചെയ്താൽ 1 ആണ്. അപ്പം എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവ് ആണ്, അതുകൊണ്ട് 1 ആണ്. അപ്പോൾ ലാംഡ ബൈ 54 ഇൻറ്റു 2 പ്ലസ് 3 പ്ലസ് 5 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7, ഇതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ലാംഡ ബൈ 54 ഇൻറ്റു 7 ഇൻറ്റു 8/2, 7 ഇൻറ്റു 8/2 എത്രയാണ്? 20, 7 4 28, 28 minus 1, 27 is equal to 1. അപ്പോൾ ലാംഡയുടെ വാല്യൂ 2 എന്ന് വരും. അപ്പോൾ യു ഗോട്ട് ദ വാല്യൂ ഓഫ് ലാംഡ ആസ് 2. അപ്പോൾ ലാംഡ 2 ആണെങ്കിൽ വാട്ട് ഈസ് പി ഓഫ് എക്സ്? ഇത് 2 ഇൻറ്റു 2/54. ഇവിടെ ലാംഡ 2 ആണെങ്കിൽ 2 ഇൻറ്റു 3/54. ഇവിടെ ലാംഡ 2 ആണെങ്കിൽ 3 ഇൻറ്റു 4/54 എക്സെട്ര. ചോദിച്ചത് എന്താ? ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് റാൻഡം വേരിയബിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് ചോദിച്ചത്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽസ് 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽസ് 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽസ് 3. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ അല്ലേ? എല്ലാം കൂടി കൂട്ടാം. പി ഓഫ് എക്സ് ഈക്വൽസ് 2, അപ്പം 2 ബൈ അപ്പോൾ എന്താ ചെയ്താൽ 1/54 ചെയ്താൽ അല്ലേ? 1/54 ഇൻറ്റു 4 പ്ലസ് 6 പ്ലസ് 12, ഇതാണ് ആൻസർ. ദാറ്റ്സ് ആൻസർ. 4 പ്ലസ് 6 പ്ലസ് 12, 6ഉം 4ഉം 10ഉം 22/54 അല്ലേ? 22/54 ആണ് എനിക്ക് കിട്ടിയത്. 2 ലാംഡ ഈസ് 2, 2 ഇൻറ്റു 2/54, 2 ഇൻറ്റു 3/54, 2 ഇൻറ്റു 2 ആണ്, സോറി ഇവിടെ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു ദറ്റ്, അപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പം ഇവിടെ 2 ആണ് കേട്ടോ, സോറി. അപ്പോൾ ദിസ് ഇസ് 2 2s 4, 3 2s 6, 4 2s 8. അപ്പം 8ഉം 4ഉം 18, 18/54 അല്ലേ? 18/54 3 അല്ലേ? 1/3. ആൻസർ ഇസ് 1/3. 1/3 ആണ് ഉത്തരം. വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലേ? സിഗ്മ പി ഐ 1, ദാറ്റ്സ് ഓൾ. അതേപോലത്തെ ചോദ്യം തന്നെ പിന്നെ ചോദിച്ചിരുന്നു കേട്ടോ. ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഡിഫൈൻഡ് ഫോർ റാൻഡം വേരിയബിൾ പി ഓഫ് എക്സ് ആസ് k into 1 minus 3 raised to k. k into 1 minus 3 raised to 1 minus x. x equal to 0. അപ്പോൾ ഇങ്ങനെയാണ്. x 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. വാട്ട് ഇസ് പി ഓഫ് എക്സ്? പി ഓഫ് എക്സ് ഈക്വൽ 0. എക്സ് ഈക്വൽ 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ k ഇൻറ്റു 1 മൈനസ് 1, ദാറ്റ് ഇസ് k ഇൻറ്റു 0 അല്ലേ? k ഇവിടെ 0 കൊടുക്കുമ്പോൾ എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ 3 raised 0 is 1. 1 ആവുമ്പോൾ 1 മൈനസ് 1 0. ഓക്കെ, ഇനി k ഇൻറ്റു 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? k ഇൻറ്റു 1 മൈനസ് 1/3. It is k into 1 minus 1/3 square. This is k into 1 minus 1/3 cube. That's all. എല്ലാം കൂടി കൂട്ടിയാൽ 1 ആണ്. അതിന് കെയുടെ വാല്യൂ കാണും. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? സിഗ്മ പി ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? കെ ഇൻറ്റു ഇത് k ഇൻറ്റു 0 0 ആണ്. ഇത് 2/3 പ്ലസ് ഇത് 9 8/9 ആണ്. പ്ലസ് ഇത് എത്ര? 27. അപ്പോൾ 26/27 ആണ്. അപ്പോൾ k ഇൻറ്റു ഇതിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ? അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ? 1 ഇസ് ഇക്വൽ ടു k ഇൻറ്റു 27 LC എടുത്താൽ 9 2s 18. ഇവിടെ 3 ആകുമ്പം 24 പ്ലസ് 26. അപ്പോൾ കെയുടെ വാല്യൂ 27 ഡിവൈഡഡ് ബൈ ഇത് കൂട്ടുമ്പം 20 20 20 40 50 50 68. അപ്പോൾ 27/68 ആണ് കെയുടെ വാല്യൂ. എന്താ ചോദ്യം? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ഇസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3. അത്രേ ഉള്ളൂ. 2ഉം 3ഉം 3 വരെയേ ഉള്ളൂ.
അപ്പോൾ P of x equals to പറഞ്ഞാൽ k into k is 27 by 68. 27 by 68 കോമൺ ആണ് ഇൻറ്റു ഇത് രണ്ടും കൂടി കൂട്ടാം. ഇറ്റ് ഇസ് 1 പ്ലസ് അപ്പോൾ 2 മൈനസ് 1 by 9 പ്ലസ് 1 by 27. ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. ഇറ്റ് ഇസ് 27 by 68 ഇൻറ്റു 2 മൈനസ് ഇത് 3 by 27 ആണ് 4 by 27. ഇറ്റ് ഇസ് 4 by 27 അല്ലേ? 4 by 27. 27 ആകുമ്പോൾ 27 by 68 into 54. 50 by 27. 50 by 27. The answer is 25 by 34. ഇതാണ് ആൻസർ. 25 by 34 is answer. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. സിഗ്മ PI1. ദാറ്റ്സ് ഓൾ. ഇത് ശരിക്കും ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ടെണ്ണം. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നല്ലൊരു ചോദ്യമാണ്. കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ ഓഫ് എ ഹൈപ്പർബോള ഇതാണ്. കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ ഓഫ് എ ഹൈപ്പർബോള കണ്ടോ? ഹൈപ്പർബോള ഇങ്ങനെയാണ്. ജനറൽ ഫോർമുല തന്നിങ്ങനെ ആർ 4 2 and 8 2. 4 2 and 8 2. അപ്പോൾ കണ്ടോ 4 2 8 2 എന്ന് ഹൊറിസോണ്ടൽ ആണ് അല്ലേ? അപ്പം ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് അല്ല, എക്സ് ആക്സിസ് പാരലൽ ആയിട്ടുള്ള വരാം. അപ്പം ഇത് എക്സ് ആക്സിസ് അല്ല കേട്ടോ, എക്സ് ആക്സിസ് പാരലൽ ആണ്. അപ്പം ഇതാണ് 4 2. ദിസ് ഇസ് 4 2 8 2. അപ്പം ഇത് രണ്ടും ഫോസൈ ആണെങ്കിൽ ഇതിൻ്റെ ഇതായിരിക്കും അതിൻ്റെ സെൻറ്റർ. സെൻറ്റർ എന്തായിരിക്കും? 8 പ്ലസ് 8 2 ആണ് അല്ലേ? ഇറ്റ് ഇസ് 8 2. ദിസ് പോയിന്റ് ഇസ് 8,2. അപ്പം അതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും, ആ ഫോസൈൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും സെൻറ്റർ. അപ്പോൾ 8 പ്ലസ് 4 12 6. അപ്പോൾ 6 2 ആണ് സെൻറ്റർ. അപ്പം ഇത് ഫോസൈ ആയതുകൊണ്ട് ഇങ്ങനെയായിരിക്കും ഹൈപ്പർബോള ഉണ്ടാവുക. ഇത് എക്സ് ആക്സിസ് അല്ല കേട്ടോ, എക്സ് ആക്സിസ് അല്ല. This is a line parallel to x-axis. അപ്പം ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് സ്ക്വയർ എക്സ് മൈനസ് 6 the whole square ഹൊറിസോണ്ടൽ ഹൈപ്പർബോളയാണ് ബൈ എ സ്ക്വയർ മൈനസ് വൈ മൈനസ് 2 the whole square ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതാണ് ഹൈപ്പർബോള അല്ലേ? ഇതാണ് ഹൈപ്പർബോള. അപ്പം നമുക്ക് ഇതിലെ ആൽഫ ബീറ്റ ഓക്കെ അപ്പോൾ ഇക്വേഷൻ അറിയണം. അപ്പോൾ എയും ബിയും കിട്ടിയ പണി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഈ ലെങ്ത് ആണ് എ, ദിസ് ലെങ്ത് ഇസ് എ ആൻഡ് ദിസ് ലെങ്ത് ഇസ് സി. ഇത് സി ആണ്. അപ്പൊ സിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. എന്താ സിയുടെ വാല്യൂ? സി ഇസ് ഈക്വൽ ടു 8 മൈനസ് 6 ദാറ്റ് ഇസ് 2 ഓർ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4. ഹൈപ്പർബോളയിലെ സി സ്ക്വയറിന്റെ ഫോർമുല എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് 4. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 4 ആണ്. അപ്പൊ ഇതില് നോക്കൂ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇസിക്വൽ ടു 0 അല്ലേ? അപ്പം ഇസിക്വൽ ടു 0 ആയാൽ ഇതിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ വരിക ബി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ. ബി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ. പിന്നെ ഇവിടെ ഒരു 12x ഉണ്ടാവും, 12x ഉണ്ടാവും. അപ്പം മൈനസ് 12 ബി സ്ക്വയർ എക്സ് അല്ലേ? പിന്നെ ഇവിടെ ഒരു മൈനസ് 4y ഉണ്ടാവും. അപ്പൊ പ്ലസ് 4y 4a സ്ക്വയർ y 4a സ്ക്വയർ y 4a സ്ക്വയർ y ഉണ്ടാവും അല്ലേ? 4a സ്ക്വയർ y. പിന്നെന്താ ഉണ്ടാവുക? 4a സ്ക്വയർ y 4a സ്ക്വയർ y ഉണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുക? ഇവിടെ ഒരു 6b സ്ക്വയർ ഉണ്ടാവും അല്ലേ? പ്ലസ് മൈനസ് 6b സ്ക്വയർ ഉണ്ടാവും അല്ല, 36b സ്ക്വയർ ഉണ്ടാവും. ഇവിടെ പ്ലസ് 4a സ്ക്വയർ ഉണ്ടാവും മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. അപ്പൊ തീർച്ചയായിട്ടും ഈക്വൽ ടു 0 ഫോമിൽ എഴുതിയാൽ ഇത് രണ്ടും ഇതും സെയിം ആണ്. ഈ ഇക്വേഷനും സെയിം ആണ്. അതുകൊണ്ട് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ 3/b സ്ക്വയറും 1/-1/a സ്ക്വയറും സെയിം ആണ്. അപ്പൊ a സ്ക്വയർ ബൈ ബി സ്ക്വയർ -1/-a സ്ക്വയർ അല്ലേ? അതെ, -a സ്ക്വയർ. അപ്പൊ a സ്ക്വയർ ബൈ ബി സ്ക്വയർ 1/3 ആണ്
or 3a square is b square. 3a square b square ആണ്. അപ്പോൾ 3a square b square ആണ് ഇവിടെ കൊടുത്താൽ 4b square 1 ആണ്. അല്ലെങ്കിൽ a square കണ്ടാൽ മതി അല്ലേ? ടു ഫൈൻഡ് a square. a squareും b squareും കാണാം. അപ്പോൾ 3a square b square ആണെങ്കിൽ ഇവിടെ കൊടുത്താൽ 4b square 4 ആവും. അപ്പോൾ b square 1 ആണ്. അപ്പോൾ b square is 1. അപ്പോൾ b square is 1 and a square is 3. അപ്പോൾ a square കിട്ടി, b square കിട്ടി. അപ്പോൾ ഇക്വേഷൻ എന്താ? What is the equation? But this equation becomes b square 3 ആണ്. അപ്പോൾ 3x square minus y square. പിന്നെ 12b square. b square വന്നാൽ എത്രയാ? 1 ആണ്. b square 1 ആണ്. അപ്പോൾ മൈനസ് b square 12b square x minus 12x plus 4a square y plus 12y. a square 3 ആണ്. പിന്നെ മൈനസ് 36b square. 36b square ഇതെല്ലാം കൂടി കൂട്ടി എന്താ കിട്ടാം? മൈനസ് 36b square. It is minus 36 plus 4a square plus 12 minus a square b square minus 12. Right? ഇത് രണ്ടും വെട്ടിപ്പോവും. മൈനസ് 36 is equal to 0. Right? അതെ. അപ്പൊ ഈ സാധനം സെയിം ആണ് കേട്ടോ. 3x square 3x square minus y square minus y square. So what is the value of alpha? Alpha should be 12 minus alpha should be minus 12. Beta is 12 and gamma is minus 36 allale plus 36. It is a square b square. It is equal to a square b square. Minus a square b square. A square is 12. A square b square will go off. What 36? What plus 36 b square? Sorry, plus 36 b square. What plus 36? But gamma is 36. But alpha is 12, beta is 12, gamma is 36. എല്ലാം കൂടി കൂട്ടാം. 24 36. 24 36 60 അല്ലേ? ആൻസർ ഇസ് 60. നല്ല ചോദ്യം കേട്ടോ. ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിത്ത് ദാറ്റ് എൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഇനി രഞ്ജു സാർ വരും കേട്ടോ. ദാറ്റ് ഓക്കെ, താങ്ക് യു. റെക്കോർഡിംഗ് വളരെ ഇട്ടിട്ട് വേണ്ട. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു 4-5 ക്വസ്റ്റ്യനോടെ ചെയ്യാം. ഇത് ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. See, find the area bounded by mod x minus y less than or equal to y less than or equal to 5 root x. രണ്ട് ഇക്വേഷൻ വരുന്നുണ്ട്. ഒന്ന് y less than or equal to 4 root x. y less than or equal to 4 root x എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം റൂട്ട് എക്സിൻ്റെ ഗ്രാഫ് അറിയാം. അതുപോലെ തന്നെ y is equal to root x ഇതെങ്ങനെ വരും? y is equal to root x. ഇവിടെ y is equal to 4 root x ആണ്. y is equal to
4 റൂട്ട് എക്സ്. അടുത്ത ലൈനാണ് പ്രശ്നം. മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. നമുക്ക് മോഡുലസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇത് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ ഇതിനെ നമുക്ക് എക്സ് മൈനസ് വൈ പോസിറ്റീവ് എന്ന് തന്നെ എടുക്കാം, അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ വൈ മൈനസ് എക്സ് എന്ന് എടുക്കാം, ശരിയല്ലേ? എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ എക്സ് മൈനസ് വൈ നെഗറ്റീവ് ആയിരിക്കും. എക്സ് മൈനസ് വൈ നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ. മോഡൽസ് എങ്ങനെയല്ല സ്പ്ലിറ്റ് ചെയ്യുന്നത്? മോഡ് എക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ എക്സ് എന്ന് എടുക്കും എക്സ് പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ മൈനസ് എക്സ് എടുക്കും എക്സ് നെഗറ്റീവ് ആണെങ്കിൽ. അപ്പോൾ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, അങ്ങനെ തന്നെ എടുത്തു. എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ ഇതിലെടുത്തു. ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2y എന്ന് എഴുതാം. അതായത് എക്സ് ഈക്വൽ ടു വൈ ബൈ ടു. എക്സ് ഈക്വൽ ടു വൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ ഇതിൻ്റെ എക്സ് ഈക്വൽ ടു വൈ ബൈ ടു, ഇത് ഇപ്പം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് ബൈ ടു. ഇത് വൈ ഈക്വൽ ടു എക്സ് ബൈ ടു എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. വൈ ഈക്വൽ ടു എക്സ് ബൈ ടു എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ ഇതിനകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ വൈ കട്ടായി പോയി മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ കംപ്ലീറ്റ് കിട്ടും, അല്ലേ? എക്സ് പോസിറ്റീവ് വരുന്നു, ഇത് കിട്ടും. പിന്നെ ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2y. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2y എന്ന് പറയുമ്പോൾ ഇനീക്വാളിറ്റി ഏത് പോർഷൻ വരും? ഈ ലൈൻ്റെ അപ്പർ വരുമോ ലോവർ വരുമോ? ഈ ലൈൻ്റെ അപ്പർ പോർഷൻ വരും, അല്ലേ? ഈ ലൈൻ്റെ അപ്പർ പോർഷൻ വരും, കാരണം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2y. ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ എടുത്തോ, 0 2 ഇവിടെ എക്സിനും വൈക്കും കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ ഈ റൂട്ട് എക്സിൻ്റെ താഴേക്ക് വരും, അല്ലേ? ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ 2 എക്സിനും വൈക്കും കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് കോമൺ റീജിയൻ കിട്ടുന്നത്, ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഈ പോർഷൻ ആയിരിക്കും, ഇത് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ്. അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഒന്ന് കാണണം. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷനോട് സോൾവ് ചെയ്താൽ ഒരു ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 4 റൂട്ട് എക്സ് ആണ്. അടുത്ത ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് ബൈ ടു ആണ്. ഒന്ന് 4 റൂട്ട് എക്സ്, മറ്റത് എക്സ് ബൈ ടു. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 16x ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 എന്ന് വരും. സ്ക്വയർ ചെയ്തത് രണ്ട് സൈഡിലും. എക്സ് സ്ക്വയർ മൈനസ് 64x ഈക്വൽ ടു 0 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 64, 0,64. എക്സ് ഈക്വൽ ടു 0 ഇവിടെ വരും. ഈ പോയിന്റാണ് എക്സ് ഈക്വൽ ടു എന്ത് 64. അപ്പോൾ എക്സിന് 64 കൊടുത്താൽ y എന്ത് കിട്ടും? 8 × 4 32 എന്നും കിട്ടും, അല്ലെങ്കിൽ 64/2 32 കിട്ടും. അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് 0 മുതൽ 64 വരെ ഇൻ്റഗ്രേഷൻ നടത്താം, അതല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഇല്ലാതെയും ചെയ്യാം. എങ്ങനെ ചെയ്യാം? അപ്പോൾ ഈ റെക്റ്റാങ്കിൾ എടുത്തു. ഈ റെക്റ്റാങ്കിളിൻ്റെ ഇൻസൈഡ് ഏരിയ, ഈ പോർഷൻ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ 2/3 ആയിരിക്കും. 2/3 ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? 64 × 32. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടി. അതിൻ്റെ 2/3 പോർഷൻ ആയിരിക്കും ഈ ഫിഗറിന് അകത്ത് വരുന്നത്. ഇൻറ്റു 2/3, 1/3 പുറത്തു വരും. അതിനകത്തുനിന്ന് മൈനസ് ഈ ട്രയാങ്കുലർ പോർഷൻ സബ്ട്രാക്ട് ചെയ്യും. ഈ ട്രയാങ്കുലർ പോർഷൻ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 64 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 32. അപ്പോൾ ഈ 64 × 32 ഔട്ട്സൈഡ് എടുത്താൽ 2/3 മൈനസ് 1/2 കിട്ടും. 6 LCM ആയിട്ട് എടുത്താൽ
4 മൈനസ് 3 വരും, അത് 1 കിട്ടും. അപ്പോൾ 64 എന്ന് പറയുന്നത് ഇൻറ്റു 32 വരും. നമുക്കൊരു കാര്യം ചെയ്യാം, 64 എന്ന് പറയുന്നത് എത്രയാ? അത് 2⁻6 ആണ്. 32 എന്ന് പറഞ്ഞാൽ 2⁻4 ആണ്. ശരിയല്ലേ? അല്ല, 2�5 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2�6 ഇൻറ്റു 2⁵/3 ഇൻറ്റു 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 2 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 2⁻10 വരും, ബൈ 3 കിട്ടും. 2⁻10/3 എന്ന് പറഞ്ഞാൽ 1024/3 ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഒന്നുകിൽ ഇൻ്റഗ്രേഷൻ ഇല്ലാതെ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ നടത്തിയാലും വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. 0 മുതൽ 64 വരെ ഈ കർവ് എഴുതുന്നു, അതായത് 4√x മൈനസ് ഈ ട്രയാങ്കിളിൻ്റെ സബ്ട്രാക്ട് ചെയ്യുന്നു, ആൻസറിലേക്ക് എത്താം. ഫിഗർ വരയ്ക്കൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് മാത്രം, അത്ര ഫെമിലിയർ അല്ലായിരുന്നു നിങ്ങൾക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദ ലൈൻ. അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിനെ ഞാൻ പി എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണണം. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണണം. ഈ ലൈനെ ഞാൻ ഇപ്പോൾ ഒരു L1 എന്ന് വിളിച്ചു, ഇത് L1 എന്ന് പറയുന്ന ലൈനാണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് L1ലേക്കുള്ള ഡിസ്റ്റൻസ് കാണണം. പക്ഷെ എങ്ങനെയാണ് ഡിസ്റ്റൻസ്? ഒരിക്കലും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല കാണേണ്ടത്. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല അവർ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഇതല്ല. പകരം എങ്ങനെയാണ്? എലോങ് ദ ലൈൻ, ഈ ലൈനിലൂടെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചു എന്നിരിക്കട്ടെ, ഇതാണ് ആ ലൈൻ എന്നിരിക്കട്ടെ, ഇത് L2, ഇത് L2. ഈ പോയിന്റിൽ നിന്ന് എലോങ് ദിസ് ലൈൻ, ഈ ലൈനിലൂടെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ L2. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കും, അതാണ് ഐഡിയ. ഈ പോയിന്റ് കണ്ടുപിടിക്കും, ഈ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് PQ എന്നുള്ള ഡിസ്റ്റൻസ് കാണും. ദാറ്റ്സ് എ കൺസെപ്റ്റ്. അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റ് അറിയാം, Q എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. എന്താണ് Q? Q എന്ന് പറയുന്നത് ഈ L1 എന്ന് പറയുന്ന ലൈനും L2 എന്ന് പറയുന്ന ലൈനോടെ മീറ്റ് ചെയ്യുന്നതാണ്. L1ഉം L2. ഓക്കെ, L2 എന്ന് പറയുന്ന ലൈൻ അല്ല, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ. L2 അല്ല ഉദ്ദേശിക്കുന്നത്, സോറി. ഈ ലൈനിന്റെ ഡയറക്ഷനിൽ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x-7/2, ഡയറക്ഷൻ ഇത് തന്നെ എടുക്കാം, ഇതേ ലൈനിന്റെ ഡയറക്ഷൻ തന്നെ, ഈക്വൽ ടു y-10/3 ഈക്വൽ ടു z-11/6. ഓക്കെ, ഈക്വൽ ടു ലാംഡ എന്ന് കൊടുത്താൽ നമുക്കിതിനകത്ത് പോയിന്റ് Q എന്ന് പറയുന്നത് 2 ലാംഡ പ്ലസ് 7 അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ലാംഡ പ്ലസ് 10, 6 ലാംഡ പ്ലസ് 11, 6 ലാംഡ പ്ലസ് 11. ദെൻ ഇപ്പോൾ ഈ ലൈനിലെ ഒരു ആർബിട്രറി പോയിന്റ് ഇപ്പോൾ ഈക്വൽ ടു മ്യൂ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ L1 എന്ന് പറയുന്ന ലൈനിലെ ഒരു ആർബിട്രറി പോയിന്റ് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന Z കോർഡിനേറ്റ് ആയിരിക്കും. ഈക്വൽ ടു മ്യൂ എന്ന് എന്തെങ്കിലും കൊടുത്താൽ Y കോർഡിനേറ്റ് ആയിരിക്കും. Y കോർഡിനേറ്റ് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. Y കോർഡിനേറ്റ് 4. ആ Y കോർഡിനേറ്റ് ഇവിടെ ഈക്വൽ ടു 4. ഇത് രണ്ടും മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പോയിന്റ് സെയിം ആവും. അപ്പോൾ Y കോർഡിനേറ്റ് ഈക്വൽ ടു 4 കിട്ടും. അപ്പോൾ Q എന്ന് പറയുന്ന പോയിന്റിന്റെ Y കോർഡിനേറ്റ് 4 ആയിരിക്കും. സോറി, Y കോർഡിനേറ്റ് 4 അല്ല, Y കോർഡിനേറ്റ് 4 ആയിരിക്കും. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാംഡ കിട്ടും. ലാംഡ എങ്ങനെ കിട്ടും? 3 ലാംഡ പ്ലസ് 10 ഈക്വൽ ടു 4 എന്ന് വരും. 3 ലാംഡ പ്ലസ് 10 ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ 3 ലാംഡ ഈക്വൽ ടു -6 എന്നും ലാംഡ ഈക്വൽ ടു -2 എന്നും കിട്ടും. അങ്ങനെ ലാംഡയ്ക്ക് -2 കൊടുത്തു കഴിഞ്ഞാൽ -4 പ്ലസ് 7 3 വരും. ലാംഡയ്ക്ക് -2 കൊടുത്താൽ -4 പ്ലസ് 7 3 കിട്ടും. മറ്റത് 4 തന്നെ കിട്ടും. ഇവിടെ ലാംഡയ്ക്ക് -2 കൊടുത്തു കഴിഞ്ഞാൽ -12 പ്ലസ് 11 കിട്ടും. ശരിയല്ലേ? ദാറ്റ് ഈസ് -1 എന്ന് കിട്ടും. ഇനി PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് PQ
ഇതാണ് ക്യൂ. x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 കിട്ടും അല്ലേ. y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 കിട്ടും. z2 മൈനസ് z1 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 144 വരും. അപ്പം എത്ര കിട്ടും? ഈക്വൽ ടു റൂട്ട് ഓഫ് 144 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 160 വരും. 160 പ്ലസ് 36 എന്ന് പറഞ്ഞാൽ 196 വരും. 196ൻ്റെ ആൻസർ റൂട്ട് ഓഫ് 196 14 എന്ന് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. 3Dയിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. വെക്റ്റർ കഴിഞ്ഞ സെഷനിലും ചോദിച്ചു, ഇന്നലെയും ചോദിച്ചു. ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്ന വെക്റ്റർ, ഇത് കഴിഞ്ഞ വർഷവും പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഡി ഈസ് എ വെക്റ്റർ സച്ച് ദാറ്റ് ബി ക്രോസ് ഡി ഈക്വൽ ടു സി ക്രോസ് ഡി. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബി ക്രോസ് ഡി മൈനസ് സി ക്രോസ് ഡി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ബി മൈനസ് സി ക്രോസ് ഡി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ക്രോസ് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ രണ്ട് വെക്റ്ററിനും പാരലൽ ആയിരിക്കും. ദെൻ ഡി ഈക്വൽ ടു എന്താണ്? ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ പാരലൽ ആയിരിക്കും. പാരലൽ ആണെങ്കിൽ 1 ഈസ് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് അതർ എന്ന് നമുക്ക് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ബി മൈനസ് സി. ബി മൈനസ് സി എന്ന് പറയുമ്പോൾ 3 മൈനസ് 1 ദാറ്റ് ഈസ് 2i ക്യാപ് പ്ലസ് 4 മൈനസ് 3 ദാറ്റ് ഈസ് j ക്യാപ് പ്ലസ് 2k മൈനസ് k ദാറ്റ് ഈസ് k ക്യാപ്. ഇതാണ് ഡി എന്ന് പറയുന്നത്. ഇനി ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ ഡോട്ട് ഡി 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ ഡോട്ട് ഡി ഈക്വൽ ടു 4 എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. എ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എ ഡോട്ട് ഡി 1 ഇൻറ്റു 2 ലാംഡ ദാറ്റ് ഈസ് 2 ലാംഡ പ്ലസ് 1 ഇൻറ്റു ലാംഡ ദാറ്റ് ഈസ് ലാംഡ പ്ലസ് 1 into lambda that is lambda is equal to 4. That implies lambda equal to 1. 4 lambda equal to 4, lambda equal to 1 കിട്ടി. ലാംഡയുടെ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ വെക്റ്റർ ഡി എന്ന് പറയുന്നത് 2i ക്യാപ് പ്ലസ് j ക്യാപ് പ്ലസ് k ക്യാപ് എന്ന് കിട്ടി. അങ്ങനെ വെക്റ്റർ ഡി കിട്ടി. ഇനി എ ക്രോസ് ഡി ദ ഹോൾ സ്ക്വയർ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ലഗ്രാഞ്ചസ് ഐഡൻറ്റിറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ട്. എ ഡോട്ട് ഡി ഹോൾ സ്ക്വയർ പ്ലസ് എ ക്രോസ് ഡി ഹോൾ സ്ക്വയർ സീക്വൽ ടു വാട്ട്? സീക്വൽ ടു മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് ഡി സ്ക്വയർ. അപ്പോൾ എ ഡോട്ട് ഡി എന്ത് കിട്ടും? എ ഡോട്ട് ഡി 4 എന്ന് തന്നിട്ടുണ്ട്. 4 സ്ക്വയർ 16 കിട്ടും. മോഡ് എ ക്രോസ് ഡി ഹോൾ സ്ക്വയർ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. ലഗ്രാഞ്ചസ് ഐഡൻറ്റിറ്റി നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റിയാണിത്. സീക്വൽ ടു മോഡ് എ സ്ക്വയർ. മോഡ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 3 കിട്ടും. റൂട്ട് 3 വരും, സ്ക്വയർ എടുക്കുന്നു. മോഡ് ഡി സ്ക്വയർ, മോഡ് ഡി, ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതായിരുന്നു. അപ്പോൾ റൂട്ട് ഓഫ് 4 പ്ലസ് 1 പ്ലസ് 1 റൂട്ട് 6 വരും. അപ്പോൾ ഇൻറ്റു 6 വരും. അപ്പോൾ മോഡ് എ ക്രോസ് ഡി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 18 മൈനസ് 16 ദാറ്റ് ഈസ് 2 ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. കാൽക്കുലേഷനൊക്കെ മിസ്റ്റേക്ക് ഇല്ലല്ലോ അല്ലേ? എ ഡോട്ട് ഡി ഹോൾ സ്ക്വയർ പ്ലസ് എ ക്രോസ് ഡി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ മോഡ് ഡി സ്ക്വയർ. കാൽക്കുലേഷനിൽ കറക്ഷനൊന്നും ഇല്ല എങ്കിൽ ആൻസർ 2. ഓക്കെ, ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഈ കൺസെപ്റ്റ് പല പ്രാവശ്യം കഴിഞ്ഞ സ്ലോട്ടുകളിലും ചോദിച്ചു, കഴിഞ്ഞ വർഷങ്ങളിലും ചോദിച്ചു, ജാനുവരി സെഷനിലൊക്കെ ചോദിച്ചു. അതുകൊണ്ട് വെക്റ്ററിൽ നിന്ന് ഈ കൺസെപ്റ്റ് ഒന്ന് ശരിക്കും ഓർത്തിരുന്നോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഫംഗ്ഷനിൽ നിന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യും? f(3) പ്ലസ് f(8) കണ്ടുപിടിക്കണം. x ഈക്വൽ ടു 3 എന്ന് കൊടുക്കുന്നു. x ഈക്വൽ ടു 3 കൊടുത്താൽ f(3) പ്ലസ് 3f(8) ഈക്വൽ ടു 12. എക്സിന് കംപ്ലീറ്റ് 3 കൊടുത്തു. സ്വാഭാവികമായിട്ട് അടുത്ത സ്റ്റെപ്പിൽ എക്സിന് 8 കൊടുക്കുന്നു. കാരണം ഇവിടെ f(8) വന്നു. എക്സിന് 8 കൊടുക്കുമ്പോൾ f(8) പ്ലസ് 3f(3) അല്ലേ? ഈക്വൽ ടു 8 കൊടുത്തപ്പോൾ 32. ശരിയല്ലേ? എക്സിന് 8 ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ? സാധാരണ f(3) ആണ് കണ്ടുപിടിക്കാൻ, ഈ f(8) ആണ്. ഇവിടെ f(3) പ്ലസ് f(8) എന്ന് ചോദിച്ചിട്ടുണ്ട്.
ഒരു പ്രശ്നവുമില്ല. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്താൽ മതി. f(3) പ്ലസ് f(3) 4f(3) എന്ന് വരുന്നു. f(8) പ്ലസ് f(8) 4f(8) എന്ന് വരുന്നു. സീക്വൽ ടു 2 പ്ലസ് 2 4 3 പ്ലസ് 1 4. 4 ഔട്ട്സൈഡ് എടുത്താൽ f(3) പ്ലസ് f(8) സീക്വൽ ടു 44/4 ദാറ്റ് ഈസ് 11 എന്ന് കിട്ടും. അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ പ്രശ്നമൊന്നും പറയാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ, അതും അതിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 3Dയിൽ നിന്ന് ചോദിക്കാവുന്നതിലൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. എ ലൈൻ മേക്സ് ഈക്വൽ ആംഗിൾ വിത്ത് y ആൻഡ് z ആക്സിസ്. വൈയും ഇസഡുമായിട്ട് ഈക്വൽ ആംഗിൾ ആണ്. വിച്ച് ഈസ് ദ ഹാഫ് ഓഫ് ആൻ ആംഗിൾ വിത്ത് എക്സ്. അത് എക്സിനുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിളുടെ ഹാഫ് ആണ്. ഇഫ് ദ ആംഗിൾ മേക്സ് വിത്ത് വൈ ആക്സിസ് ഇസ് ബീറ്റ. നോക്കൂ, എക്സ് വൈ ഇസഡ്, വൈക്കും ഇസഡിനും ഈക്വൽ ആംഗിൾ ആയിരിക്കണമെന്നാണ് പറഞ്ഞേക്കണേ. അത് ബീറ്റയാണ്. ഒന്ന് ബീറ്റയാണെങ്കിൽ അടുത്തതും ബീറ്റയാണ്. പിന്നെ എന്താ പറഞ്ഞേക്കണത്? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഏത്? വൈയും ഇസഡുമായി ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇസ് ദ ഹാഫ് ഓഫ് ദ ആംഗിൾ വിത്ത് എക്സ്. എക്സുമായി ഫോം ചെയ്യുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരുന്നു ഇത്. അപ്പോൾ എക്സിന്റെ ആംഗിൾ എന്തായിരിക്കും? അത് 2β ആയിരിക്കും. സിമ്പിൾ. നിങ്ങൾക്കറിയാം കോസ് എക്സ് ആയിട്ട് ആൽഫ, വൈ ആയിട്ട് ബീറ്റ, ഇസഡ് ആയിട്ട് ഗാമയാണെങ്കിൽ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്തെഴുതും? കോസ് സ്ക്വയർ 2β പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ ഈക്വൽ ടു 1 അല്ലേ? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ 2β ഈക്വൽ ടു 1. ഓക്കെ, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ 2 കോസ് സ്ക്വയർ ബീറ്റ വന്നു. ഒരു സ്റ്റെപ്പോടെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല. 2 കോസ് സ്ക്വയർ ബീറ്റ 2 കോസ് സ്ക്വയർ ബീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2β എന്ന് എഴുതാൻ പാടില്ല. 2 കോസ് സ്ക്വയർ ബീറ്റ 1 പ്ലസ് കോസ് 2β ഇസ് 2 കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ 2β ഈക്വൽ ടു 1. ട്രിഗണോമെട്രിയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. ഓക്കെ, 1 കട്ട് ചെയ്ത് പോയി. ഇതിനകത്തുനിന്ന് കോസ് 2β ഔട്ട്സൈഡ് എടുത്താൽ 1 പ്ലസ് കോസ് 2β ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് കോസ് 2β ഈക്വൽ ടു 0 ഓർ കോസ് 2β ഈക്വൽ ടു -1. കോസ് 2βക്ക് 0 എന്ന് കിട്ടും, അല്ലെങ്കിൽ -1 എന്ന് കിട്ടും. കോസ് 2β 0 വരുമ്പോൾ എപ്പോഴായിരിക്കും? 2β ഈക്വൽ ടു π/2 അല്ലെങ്കിൽ 3π/2. അതിനകത്തുനിന്ന് ബീറ്റ ഈക്വൽ ടു π/4, 3π/4. അല്ലെങ്കിൽ കോസ് 2β -1 വരുന്ന എപ്പോഴായിരിക്കും? 2β പൈ വരുമ്പോൾ 180. സോ ബീറ്റ ഈക്വൽ ടു π/2. അപ്പോൾ ബീറ്റയ്ക്ക് നമുക്ക് 3 വാല്യൂസ് കിട്ടി. ഇതെന്താ പോസിബിൾ വാല്യൂസ് ഓഫ് ബീറ്റ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഏതാണോ അത് രീതിയിൽ ആൻസർ ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്തോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനോട് ചെയ്യാം. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആണ്. നോക്കൂ, ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y സ്ക്വയർ ഈക്വൽ ടു 8x. y സ്ക്വയർ ഈക്വൽ ടു 8x എന്ന് പറയുന്നത് എന്താണ്? y സ്ക്വയർ ഈക്വൽ ടു 8x എന്ന് പറയുന്നത് ഒരു പരാബോളയാണ് with vertex at 0 0. Correct. Then and the circle, ഇതൊരു സർക്കിൾ ആണ്. ഈ സർക്കിളിന്റെ സെന്റർ എത്രയാ? ഈ സർക്കിളിന്റെ സെന്റർ വരുന്നത് -6 0 അല്ലെ? എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെന്റർ കിട്ടുന്നു. സോ സെന്റർ എന്ന് പറയുന്നത് -6 0. വൈയുടെ ടൈം അവിടെ ഇല്ല. റേഡിയസ് എന്ത് വരും പറഞ്ഞേ? √g² പ്ലസ് f² -c. √g² പ്ലസ് f² -c. സോ 1. അപ്പോൾ റേഡിയസ് 1ഉം സെന്റർ -6 0യും വരുന്ന ഒരു സർക്കിളാണ് ഈ തന്നിരിക്കുന്നത്. റേഡിയസ് 1 ആൻഡ് സെന്റർ എന്ന് പറയുന്നത് -1 0. വളരെ ചെറിയൊരു സർക്കിൾ. വളരെ ചെറിയൊരു സർക്കിൾ. നോക്കൂ, അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ പോയിന്റ് -6, 0.
ഈ പോയിന്റ് 0 0 എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും അല്ലേ. ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഒറിജിന് സെൻട്രേക്കൂടെ പാസ് ചെയ്യുന്നു. ഈ പോയിന്റ് എത്രയാണ്? -5,0. ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും മിനിമം ഡിസ്റ്റൻസ്. ഇതായിരിക്കും ഏറ്റവും മിനിമം ഡിസ്റ്റൻസ്. എത്രയായിരിക്കും? 5 അല്ലേ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു 5 6 7 ക്വസ്റ്റ്യൻസ് ചെയ്തു. ആ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിളും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട്. താങ്ക് യു. ബൈ ബൈ. ഇന്നത്തെ ഡിസ്കഷൻ